യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ആദ്യത്തെ അഭിസംബോധനയാണ്. ആദ്യമായി പടച്ചുറപ്പ് വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. എന്നിട്ട് ആദ്യത്തെ സന്ദേശം പറയാൻ പോകുന്നു. മനുഷ്യകുലത്തിനെ മുഴുവനും വിളിച്ചുകൊണ്ട് പടച്ചുറപ്പ് ആദ്യത്തെ സന്ദേശം പറയാൻ പോകുകയാണ്. എന്താണ് ആദ്യത്തെ സന്ദേശം? ആദ്യമായി മനുഷ്യരോട് അല്ലാഹുവിനെ പറയാനുള്ളത് എന്താണ്? ഉഅ്ബുദൂ റബ്ബക്കും, തൗഹീദാണ്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക. എങ്ങനെ നിങ്ങളുടെ രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചത്. കണ്ണും കാതും കൈയും കാലും കൽബും കിഡ്നിയും കരളും തന്ന് സംവിധാനിച്ചവൻ, നിങ്ങൾക്ക് ഈ ആകാരവടിവ് തന്നവൻ, നിങ്ങൾക്ക് ഈ കായബലം തന്നവൻ, തലച്ചോറ് തന്നവൻ, ഹൃദയത്തിന്റെ മിടിപ്പിനെ സംവിധാനിച്ചവൻ, അവനെയാണ് ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെയും പടച്ചതവൻ തന്നെയാണ്. നിങ്ങളുടെ പൂർവ്വപിതാക്കൾക്കും ജന്മവും ജീവിതവും നൽകിയതവൻ തന്നെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായി മാറിയേക്കാം. സച്ചരിതമായ ഒരു പാതയിലേക്കുള്ള വഴി ഏകദൈവ ആരാധനയാണ്. എന്നിട്ട് അല്ലാഹു വിശദീകരിക്കുകയാണ്, അല്ലദീ, എങ്ങനെയുള്ള റബ്ബാണവൻ, എങ്ങനെയുള്ള രക്ഷിതാവാണവൻ. ജഅല ലക്കുമുൽ അർദ ഫിറാശാ, ഈ ഭൂമിയെ ജീവിക്കുന്നതിന് വേണ്ടി അവൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു, വിധാനിച്ചു തന്നു. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു എന്ന് എടുത്തെടുത്തു പറയുന്നത്. അതിന് വലിയ അർത്ഥമുണ്ട്, വലിയ ധ്വനികളുണ്ട്. അതിന് എന്താണെന്നറിയുമോ? ഈ മഹാപ്രപഞ്ചത്തിൽ ഒരുപാട് സ്റ്റാർ ക്ലസ്റ്ററുകളുണ്ട്, ഒരുപാട് ഗാലക്സികളുണ്ട്. അതിലൊരു ഗാലക്സിയാണ് ക്ഷീരപഥം എന്ന് പറയുന്നത്. ഈ ക്ഷീരപഥത്തിൽ തന്നെ ഒട്ടനവധി സൂര്യ കുടുംബങ്ങളുണ്ട്, നക്ഷത്ര കുടുംബങ്ങളുണ്ട്. അതിലൊരു നക്ഷത്ര കുടുംബമാണ് സൂര്യൻ, സൗരയൂഥം എന്ന് പറയുന്നത്. ഈ സൗരയൂഥത്തിന്റെ ചുറ്റിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെ നാം പഠിച്ചു നോക്കുകയാണെങ്കിൽ അല്ലാഹു ഈ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വ്യാഴത്തിലേക്ക് എങ്ങാനും ഒരു മനുഷ്യൻ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇറങ്ങുകയാണെങ്കിൽ, അയാളുടെ കൈ വേറെ, കാല് വേറെ, കണ്ണ് വേറെ, കാത് വേറെ എന്ന രീതിയിൽ ഛിന്ന ഭിന്നമായി പോകും നിമിഷാർത്ഥം കൊണ്ട്. അതുപോലെ തന്നെ സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ പലതിലും വിഷവാതകങ്ങൾ നിറഞ്ഞതാണ്. ശ്വസിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്ന ഗ്രഹങ്ങളാണുള്ളത്. അതുപോലെ തന്നെ പല ഗ്രഹങ്ങളിലും മാരകമായ സൂര്യകിരണങ്ങൾ സദാ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഗ്രഹങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ
സൂര്യകിരണങ്ങളാൽ സദാ മലിനമായിക്കൊണ്ടിരിക്കുന്ന, വിഷവാതകങ്ങളാൽ സദാ മലിനമായിക്കൊണ്ടിരിക്കുന്ന, സഹിക്കാൻ കഴിയാത്ത ചൂടിനാൽ ഭീകരമായ ഊഷ്മാവ് ഉയർന്നുകൊണ്ടിരിക്കുന്ന, നിമിഷത്തിന്റെ എത്രയോ അംശം കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ രക്തം മുഴുവൻ കട്ട പിടിച്ചവൻ മരിക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ പോലുമുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശാ, ഈ ഭൂമി അവൻ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നു എന്നതാണ്. അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമി അവൻ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലേ? എത്ര സുരക്ഷിതത്വത്തോടു കൂടിയാണ് ഒരു കുഞ്ഞൊരു തൊട്ടിലിൽ കിടന്നുറങ്ങുക. അതുപോലെ സുരക്ഷിതമായൊരു വാസസ്ഥലമായി നിങ്ങൾക്ക് ഈ ഭൂമിയെ വിധാനിച്ചു തന്നില്ലേ? ആകാശത്തുനിന്ന് പുറപ്പെട്ടു വരുന്ന ഉൽക്കകളെ ഇല്ലാതെയാക്കുന്നതിനു വേണ്ടി കൃത്യമായ അന്തരീക്ഷത്തെ അല്ലാഹു സംവിധാനിച്ചു. സൂര്യകിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി ഓസോൺ പാളി അല്ലാഹു സംവിധാനിച്ചു. മനുഷ്യൻ ഈ ഭൂമി വിട്ട് പറന്നു പോകാതിരിക്കാൻ ഇവിടെ ഗുരുത്വാകർഷണ ശക്തി അല്ലാഹു സംവിധാനിച്ചു. അവന്റെ എല്ലുകൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ അവന്റെ ശരീരത്തിന് താങ്ങാൻ ശേഷിയുള്ള ഗുരുത്വാകർഷണമായി അതിനെ പരിമിതപ്പെടുത്തുകയും ചെയ്തു. അവനാവശ്യമുള്ള വെള്ളവും അവനാവശ്യമുള്ള ഭക്ഷണവും അവനാവശ്യമുള്ളതെല്ലാം പടച്ചറബ് ഇവിടെ നൽകി. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തരികയും ചെയ്തു. വഅൻസല മിനസ്സമാഇ മാഅ, എന്നിട്ട് ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ വർഷിപ്പിച്ചു തരികയും ചെയ്തു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, എന്നിട്ട് ആ മഴയിലൂടെ നാനാ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ നിങ്ങൾക്കവൻ ഉൽപ്പാദിച്ചുണ്ടാക്കി തരികയും ചെയ്തു. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് പങ്കുകാരെ ഉണ്ടാക്കരുത്, അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ബൈബിള് പറഞ്ഞ ഏകദൈവത്വം, വേദങ്ങൾ പറഞ്ഞ ഏകദൈവത്വം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏകദൈവത്വം, തൗഹീദ്. ഈ തൗഹീദിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ്, ഈ ബലിഷ്ഠമായ കയറിൽ നിന്ന് മനുഷ്യരവന്റെ കൈ വിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും ഒട്ടനവധി ചൂഷണങ്ങളും എല്ലാം വരുന്നത്. എല്ലാറ്റിനെയും പഠിക്കേണ്ടി വരും ഒരു മനുഷ്യന്. തൗഹീദിൽ നിന്ന് വിട്ടാൽ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ഒരേ ഒരു ശക്തി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ വിട്ടുപോയാൽ പിന്നെ അവന് പേടിയില്ലാത്തൊരു സംഗതി ഈ ലോകത്തുണ്ടാവില്ല. എല്ലാറ്റിനെയും പേടിയായിരിക്കും, എല്ലാത്തിനെയും ഭയമായിരിക്കും, എല്ലാത്തിനോടും പ്രതീക്ഷയായിരിക്കും. വല്ലാത്തൊരവസ്ഥയാണ് അത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിൽ സജീവമായ ചർച്ചയായ ചെന്താമരയുടെ വിഷയം. ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ ക്രൂരമായി അയാൾ കൊന്നുകളഞ്ഞത് അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. അയാളൊരു മുഴുക്കുടിയനായിരുന്നു. എന്നും കുടിച്ച് രാത്രി വീട്ടിലേക്ക് വന്ന് ഭാര്യയും മകളെയും ക്രൂരമായി മർദ്ദിച്ചു. അവസാനം അയാളുടെ ഈ ദുസ്വഭാവം സഹിക്കാൻ കഴിയാതെ ആ പെണ്ണ് വീട് വിട്ടിറങ്ങിയപ്പോ ഇയാൾ നേരെ പോകുന്നത് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി അനുനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയല്ല, ജോത്സ്യന്റെ അടുത്തേക്കാണ്. എന്നിട്ട് പോയിട്ട് പറയാണ്, എന്റെ ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയി, എന്താ അതിന്റെ കാരണം? ജോത്സ്യം പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ അയൽപക്കത്ത് നല്ല മുടിയുള്ളൊരു പെണ്ണുണ്ട്, ആ പെണ്ണാണ് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ഈ പ്രശ്നങ്ങൾക്കും ഈ അനിഷ്ടങ്ങൾക്കും എല്ലാം കാരണം എന്ന് ജോത്സ്യം പറഞ്ഞു കൊടുത്തു. പിന്നീട് ഈ ചെന്താമര അന്വേഷിച്ച് നടക്കുന്നത് നല്ല മുടിയുള്ള ഒരു പെണ്ണിനെ നോക്കിയിട്ടാണ്. അയൽപക്കത്ത് എവിടെയാണ് നല്ല മുടിയുള്ള സ്ത്രീയുള്ളത് എന്ന് നോക്കിയിട്ടാണ്. അവസാനം ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു. അങ്ങനെ നല്ല മുടിയുള്ള ഒരു സ്ത്രീയെ അയാൾ കണ്ടെത്തി. ആ സ്ത്രീയുടെ നീക്കങ്ങളും ചലനങ്ങളും അയാൾ വീക്ഷിച്ചു. അവളുടെ വീട്ടിൽ ആളില്ലാത്ത നേരം അയാൾ കൃത്യമായി മനസ്സിലാക്കി. ആരുമില്ലാത്ത സമയത്ത് ആ വീട്ടിലേക്ക് കയറിപ്പോയി ആ സ്ത്രീയെ, നിരപരാധിയായ സ്ത്രീയെ കഴുത്തറുത്ത് ക്രൂരമായി കൊന്നുകളഞ്ഞു. അതാണ് സംഭവിച്ചത്. എന്തിന്റെ പേരിൽ? ഈ പെണ്ണാണ്, ഈ സ്ത്രീയാണ് തന്റെ കുടുംബത്തിലെ അനിഷ്ടങ്ങൾക്ക് കാരണമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു, ആരോ ചൊല്ലിക്കൊടുത്തു. അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി നിരപരാധിയായ ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞു. 2018 ബുറാറി ഫാമിലി കേസ് എന്നൊരു വിഖ്യാതമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 11 അംഗങ്ങളാണ് മരണപ്പെട്ടത്. 11 അംഗങ്ങൾ. അതേ കുടുംബത്തിലുള്ള ഇളയ പുത്രന്റെ മുന്നിലേക്ക് മരണപ്പെട്ടുപോയ അച്ഛന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. ആ ആത്മാവ് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ളൊരു പൂജ. ആ പൂജ എന്താണ്? കഴുത്തിലേക്ക് കയറിട്ടുകൊണ്ട് കഴുത്ത് മുറുക്കുക. 11 പേരാണ് മരണപ്പെട്ടത് ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ.
എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രബുദ്ധ കേരളത്തിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അച്ഛൻ മരിച്ചിട്ട്, ഒരു ഉപ്പ മരിച്ചിട്ട്, ഒരു ബാപ്പ മരിച്ചിട്ട് ഖബറടക്കാതെ മാസങ്ങളോളം വിദ്യാസമ്പന്നരായ ഒരു കുടുംബം കാത്തു നിന്നത്. ആ ഉപ്പ എഴുന്നേറ്റ് വരുന്ന ഏതോ ഒരു തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഏതോ ഒരു ബാബ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനു വേണ്ടി കാത്തിക്കാണ്. മരിച്ചുപോയ മനുഷ്യൻ ശരീരം ജീർണിച്ച് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോ നാട്ടുകാരാണ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത്. ഇതേ കേരളത്തിലാണ് ഒരു ചോരപ്പൈതലിന് കിട്ടേണ്ട അവകാശം മുലപ്പാല് 5 വക്ത് ബാങ്ക് കൊടുത്തിട്ടല്ലാതെ അത് കൊടുക്കൂല എന്ന് വാശി പിടിച്ചവർ, ആ കുട്ടിപ്പാലിനു വേണ്ടി തൊണ്ട പൊട്ടി കാറിക്കരയുമ്പോഴും അതൊന്ന് കൊടുക്കാൻ തയ്യാറാവാതെ 5 ബാങ്ക് കഴിയാതെ പാല് കൊടുത്തു പോകരുത് എന്ന ഏതോ ഒരു തങ്ങളുടെ ഉപദേശം കേട്ടിട്ട് ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത് ഈ പ്രബുദ്ധ കേരളത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ കേരളത്തിൽ തന്നെയാണ് 2 വയസ്സുകാരിയായ തന്റെ കുഞ്ഞിനെ കാലുവാരി മതിലിനടിച്ച് സ്വന്തം ഉപ്പ കൊലപ്പെടുത്തിയത്. ഏതോ ഒരു തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, നിന്റെ വീട്ടിലെ പ്രശ്നത്തിനും നിന്റെ ദാരിദ്ര്യത്തിനും നിന്റെ തകർച്ചക്കുമെല്ലാം കാരണം ഈ കുട്ടിയാണ്, അതില്ലാതെയായാൽ നീ രക്ഷപ്പെടും. ഭ്രാന്ത് മൂത്തു വന്ന ഈ മനുഷ്യൻ കാലുവാരി മതിലിനടിച്ച് കൊല്ലുകയാണ് പിഞ്ചു പൈതലിനെ. എത്ര സംഭവങ്ങൾ ഈ തെക്കൻ കേരളത്തിൽ നടന്ന നരബലിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. കൂടോത്രത്തിന്റെ പേരിലും നരബലികളുടെ പേരിലും അന്ധവിശ്വാസങ്ങളുടെ പേരിലും മനുഷ്യനെ കൊലപ്പെടുത്തുന്ന, മനുഷ്യനെ ഇല്ലാതെയാക്കി കളയുന്ന പ്രവണതകൾ, ഇതൊക്കെ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ തൗഹീദ് നഷ്ടപ്പെടുമ്പോഴാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അവനെ കുറിച്ചുള്ള പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഈ ദുരന്തങ്ങൾ മുഴുവൻ സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ചില ആളുകളെ കുറിച്ച്. അല്ലാഹുവിന്റെ വാഗ്ദാനം, അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു പറയാൻ പോകുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, നിശ്ചയം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട നല്ലൊരു വിഭാഗമുണ്ടല്ലോ, അവരുടെ പ്രവൃത്തി എന്താണെന്നറിയുമോ? അവരുടെ ചെയ്തി എന്താണെന്നറിയുമോ? ലയഖുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ സമ്പത്ത് അവരതാ അന്യായമായി തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരതാ ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങളെ അല്ലാഹുവിലേക്ക് കൊണ്ടുപോകേണ്ടതിന് പകരം, ജനങ്ങളെ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതിന് പകരം, ജനങ്ങളുടെ സങ്കടങ്ങൾ അല്ലാഹുവിനോട് പറയിപ്പിക്കേണ്ടതിന് പകരം അവരതാ ഔലിയാക്കളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുകയാണ്, ബാബമാരിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയാണ്, ബീവിമാരിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുകയാണ്, തങ്ങന്മാരിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുകയാണ്, ഇല്ലാത്ത കറാമത്ത് കഥകൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾ മുടക്കി 10ഉം 15ഉം 20ഉം ലക്ഷം മുടക്കിക്കൊണ്ട് വലിയ മൈക്ക് കെട്ടി പന്തലിട്ടുകൊണ്ട് സ്റ്റേജ് കെട്ടിക്കൊണ്ട് വിളിച്ചു പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ചല്ല, അവന്റെ ഖുദ്റത്തിനെ കുറിച്ചോ അദമത്തിനെ കുറിച്ചോ അല്ല, മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കറാമത്ത് കഥകളാണ്. എങ്ങനെയുള്ള കറാമത്ത് കഥകളാണ് പറയുന്നത്? നടുക്കടലിൽ കപ്പൽ കുടുങ്ങിയപ്പോ ആ കപ്പലിനെ രക്ഷിച്ച വലിയന്റെ കഥയാണ് പറയുന്നത്. ടർബുലൻസ് കാരണം ആ മേഘവാളികൾക്കിടയിലൂടെ ലാൻഡ് ചെയ്യാൻ കഴിയാതെ വിമാനം ഇടങ്ങേറായപ്പോ പ്രയാസപ്പെട്ടപ്പോ ആ വിമാനത്തിന് രക്ഷകനായി എത്തിയ വലിയനെ കുറിച്ചാണ് പറയുന്നത്. രോഗിയായി കിടക്കുന്ന സമയത്ത് ആ രോഗം മാറ്റിക്കൊടുത്ത വലിയനെ കുറിച്ചാണ് പറയുന്നത്. വിദേശ രാജ്യത്ത് ജയിലിനുള്ളിൽ കുടുങ്ങിപ്പോയപ്പോ ആ ജയിലിനുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് കൈപിടിച്ചിറങ്ങിപ്പോയ വലിയനെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഥകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും അവന്റെ നാവിൽ നിന്ന് യാ റബ്ബേ എന്ന വിളിയല്ല പുറത്തേക്ക് വരിക, യാ അല്ലാ എന്ന വിളിയല്ല പുറത്തേക്ക് വരിക. മറിച്ച് എന്താണ് വരിക? അമ്പറത്തു തങ്ങളെ എന്ന വിളി മാത്രമേ വരികയുള്ളൂ, CM മടവൂരെ എന്ന വിളി മാത്രമേ വരികയുള്ളൂ, വഹീദ്ദീൻ ശൈഖ് എന്ന വിളി മാത്രമേ വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഔലിയാക്കൾ യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നത് തന്നെയാണ്.
ആരാണ് ഈ ഔലിയാക്കൾ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ മിത്രങ്ങൾ എന്ന് പറയുന്നവർ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ഈമാനും തഖ്വയുമുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ഔലിയാക്കൾ, നിസ്കരിക്കാത്ത ഔലിയാക്കൾ, ഫർദ് നമസ്കാരം പോലും നിർവഹിക്കാത്ത ഔലിയാക്കൾ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കാത്ത ഔലിയാക്കൾ, ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കള്ള് കുടിച്ചു എന്ന് പോലും പറയപ്പെടുന്ന ഔലിയാക്കൾ, സിഗരറ്റ് വലിച്ചു എന്ന് പറയപ്പെടുന്ന ഔലിയാക്കൾ, പച്ചത്തെറി പറയുന്ന ഔലിയാക്കൾ, കളവ് പറയുന്ന ഔലിയാക്കൾ, അതുപോലെ തന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ബില്ല് ചോദിക്കുമ്പോ ബില്ല് കൊടുക്കാതെ ആ ഹോട്ടൽ ഉടമയെ ശപിക്കുന്ന ഔലിയാക്കൾ. ഇങ്ങനെയുള്ള ഔലിയാക്കളെ ഇസ്ലാമിന് പരിചയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ പറയാറുണ്ട്, മുജാഹിദുകൾ ഔലിയാക്കളെ നിന്ദിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ വലിയുകളെ നിന്ദിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലിയുകളെ നിന്ദിക്കുന്നവരാരാണ്? പ്രിയപ്പെട്ടവരെ, കുളിക്കാത്തവരെ വലിയെന്ന് വിളിക്കുന്നവരാരാണ്? കുളിക്കാത്തവരെ വലിയെന്ന് വിളിച്ച് ഔലിയാക്കളെ അപമാനിക്കുന്നവരാരാണ്? കൊല്ലം ജില്ലയിൽ കുപ്പസ്വാമി എന്ന് പറയുന്ന ഒരു വലിയുണ്ട്. ആ വലിയന്റെ ജീവിതകാലത്തുള്ള പേര് ദാമോദരൻ എന്നായിരുന്നു. അദ്ദേഹം നഗ്നതാ പ്രദർശനം നടത്തിയിട്ടാണ് ജീവിച്ചിരുന്നത്. മനസ്സിന് ഭ്രാന്ത് ബാധിച്ച, ഹൃദയത്തിന് ഭ്രാന്ത് ബാധിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ വലിയാക്കുകയാണ്. മനോവിഭ്രാന്തിയുള്ള ആളുകളെ അള്ളാഹുവിന്റെ വലിയാക്കുകയാണ്. മനസ്സിന് സുഖമില്ലാത്ത ആളുകളെ അള്ളാഹുവിന്റെ വലിയാക്കുകയാണ്. കുളിക്കാതെ നനക്കാതെ ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ട് നടന്ന ആളുകളെ അള്ളാഹുവിന്റെ വലിയാക്കി മാറ്റുന്ന ദുരന്ത കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള ഔലിയാക്കൾ ഇവരാണോ? അല്ല. നിങ്ങളൊന്നറിയുക, മനുഷ്യചരിത്രത്തിൽ ആദ്യമായി ശിർക്ക് കടന്നു വരുന്നത് ഔലിയാക്കളുടെ പേരിൽ തന്നെയാണ്. അവരതിന് ഉത്തരവാദികളല്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ, ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരിലേക്ക് എങ്ങനെയാണ് ശിർക്ക് കടന്നു വന്നത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം സംഭവിക്കുന്നു, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണം സംഭവിക്കുന്നു, അതിനിടയിൽ കടന്നു വന്ന പ്രവാചകന്മാരുടെ മരണം സംഭവിക്കുന്നു. അങ്ങനെ ആ നാട്ടിലേക്ക് ചില ആളുകൾ വരികയാണ്. വദ്ദെന്നും സുവാഎന്നും യഗൂത്തെന്നും യഊഖെന്നും നസ്റെന്നും പേരുള്ള ചില ആളുകൾ മഹാരഥന്മാരായ മനുഷ്യരാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ച മനുഷ്യരാണ്, മുവഹിദുകളായ മനുഷ്യരാണ്, തൗഹീദുള്ളവരായ മനുഷ്യരാണ്. അവരോരോരുത്തരായി മരണപ്പെട്ടു പോകുകയാണ്. അവരോരോരുത്തരായി മരണപ്പെട്ടു പോയപ്പോ അടുത്ത തലമുറയിലേക്ക് ഇബ്ലീസ് വന്നിട്ട് ചോദിക്കുകയാണ്, വദ്ദിനെ അറിയുമോ നിങ്ങൾക്ക്? സുവാഇനെ അറിയുമോ നിങ്ങൾക്ക്? യഊസിനെ അറിയുമോ നിങ്ങൾക്ക്? അവരതാ മറുപടി പറയുന്നു, തീർച്ചയായും അറിയാം. അവരൊക്കെ മഹാന്മാരായ മനുഷ്യന്മാരാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ നന്മ കൊണ്ട് ചരിത്രം രചിച്ചവരാണ് ഈ വദ്ദെന്നും സുവാ എന്നും പറയുന്ന മഹാരഥന്മാരായ മനുഷ്യർ. ഇബ്ലീസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത തലമുറ എങ്ങനെയാണ് അവരെ അറിയുക? വരാൻ പോകുന്ന തലമുറയുണ്ടല്ലോ, ആ തലമുറ എങ്ങനെയാണ് അവരെ അറിയുക? എങ്ങനെയാണ് അവരെ ഓർക്കുക? സ്വാഭാവികമായും ന്യായമായ ചോദ്യമാണ്. എങ്ങനെയാണ് ഈ ആളുകളെ അറിയാൻ സാധിക്കുക? അവർ വിസ്മൃതിയിലായി പോകുമല്ലോ, അവർ വിസ്മരിക്കപ്പെട്ടു പോകുമല്ലോ. അതിനെന്താണ് ഒരു മാർഗമെന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതും ഇബ്ലീസ് വരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഈ മനുഷ്യരുടെ രൂപം വരച്ചു വെക്കുക, വത്തിന്റെയും സുവാഇന്റെയും അടങ്ങുന്ന രൂപം നിങ്ങൾ വരച്ചു വെക്കുക. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ മരണപ്പെട്ടു പോയാലും ഈ മഹാരഥന്മാരായ മനുഷ്യരുടെ ഓർമ്മകൾ നിലനിൽക്കാൻ, ഇവിടെ നന്മകൾ നിലനിൽക്കാൻ, ഇവിടെ തൗഹീദ് നിലനിൽക്കാൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, തികച്ചും യാതൊരു പ്രശ്നവുമില്ല എന്ന് തോന്നിക്കുന്ന ആ ചിത്രം വരെ അവർ നടത്തുകയാണ്, ആ രൂപം ഉണ്ടാക്കി വെക്കുകയാണ്. കാലങ്ങൾ കഴിയുന്നു, തലമുറകൾ മാറി മാറി വരുന്നു. അടുത്ത തലമുറയിലേക്ക് ഇബ്ലീസ് വരികയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ രൂപത്തിന്റെ ഉടമകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ മറുപടി പറയുന്നു, തീർച്ചയായും അവർ മഹാരഥന്മാരായ മനുഷ്യരാണ്. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നു, ഇവര് നിങ്ങൾക്കുണ്ടായിട്ടാണോ നിങ്ങൾ ഈ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ ഈ ബുദ്ധിമുട്ടുന്നത്? ഇവരെന്ത് ചോദിച്ചാലും പടച്ചിറപ്പ് ഇവർക്ക് കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുന്നതിന് പകരം നിങ്ങൾ ഇവരോട് ശുപാർശക്ക് പറയുക.
ഇവരോട് നിങ്ങൾ സങ്കടം പറയുക. നിങ്ങൾ പറയുന്നതിനേക്കാൾ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വേഗം നിങ്ങൾക്ക് ലഭിക്കുക ഇവര് പറഞ്ഞാലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യചരിത്രത്തിൽ ആദ്യമായി ശിർക്കിന്റെ തുടക്കമുണ്ടാവുകയാണ്. തൗഹീദ് തകർന്ന് ചരിപ്പണമാകാൻ തുടങ്ങുകയാണ്. ഈ ഔലിയാക്കളുടെ രൂപത്തിന്റെ മുന്നിൽ പോയിട്ട് ആണും പെണ്ണുമടങ്ങുന്ന സമുദായം അതാ അവരുടെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങുന്നു, അവരുടെ വേദനകൾ പറയാൻ തുടങ്ങുന്നു, അവരുടെ വേവലാതികൾ പറയാൻ തുടങ്ങുന്നു. തലമുറകൾ അങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോയപ്പോ ആ തേട്ടമത സുജൂദായി മാറുകയാണ്, റുക്കുആയി മാറുകയാണ്, പൂജകളായി മാറുകയാണ്, കാണിക്കകളായി മാറുകയാണ്, ഉത്സവങ്ങളായി മാറുകയാണ്. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർക്കിടയിൽ ശിർക്ക് വ്യാപിക്കുന്നത് ആദ്യമായി കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരം ഔലിയാക്കളുടെ പേരിലാണെന്ന് നാം മനസ്സിലാക്കുക. അവരൊരിക്കലും അതിന്റെ കുറ്റക്കാരല്ല, അവർക്കത് അറിയുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് അവന്റെ പാറ്റേൺ മാറ്റിയിട്ടില്ല, ഇബ്ലീസ് അവന്റെ രീതി മാറ്റിയിട്ടില്ല. മുവഹിദുകളായ മുസ്ലിം ഉമ്മത്തിനിടയിലേക്ക് ഈ ശിർക്ക് കൊണ്ടുവരുന്നതും ഇതേ ഔലിയാക്കളുടെ അള്ളാഹുവിന്റെ മിത്രങ്ങളുടെ പേരിൽ തന്നെയാണ്. ഷേഖ് മുവഹിദാണ്, തൗഹീദിന് വേണ്ടി പടപൊരുതിയ മനുഷ്യനാണ്. തന്റെ തൂലികയും നാവും ഈ വഹദാനിയത്തിന്റെ വചനത്തിനു വേണ്ടി നിതാന്തം ചലിപ്പിച്ച മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേരതാ ഇന്ന് തൗഹീദിനെതിരെ ഉപയോഗിക്കപ്പെടുകയാണ്. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാർ ബദറിൽ പോരാടി മരണപ്പെട്ടു പോയ ബദരീങ്ങൾ, ബദറിൽ വിജയിച്ചു വന്ന ബദരീങ്ങൾ, ഈ ബദരീങ്ങൾ പോരാടിയത് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. അതേ ബദരീങ്ങളെ അതാ തൗഹീദിന് വിരുദ്ധമായ ആദർശത്തിനും ആശയത്തിനും വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ റമദാൻ 17 വന്നു കഴിഞ്ഞാൽ ഏതൊരു ബദരീങ്ങളാണോ അല്ലാഹുവിന് പുറമെ വിളിക്കുന്നവരുമായി പടപൊരുതിയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അനുസരിച്ച് ജീവിക്കുന്നതിന്റെ അവകാശത്തിന് വേണ്ടി പടപൊരുതിയത്, പടവാളെടുത്തത്, അതേ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അതേ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തേടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അറിയുക, ഏത് കാലഘട്ടത്തിലും ഇബ്ലീസ് ആദ്യമായി മനുഷ്യന്റെ ഇടയിലേക്ക് ശിർക്കുമായി കടന്നു വന്നത് ഇത്തരത്തിലുള്ള മഹാരഥന്മാരായ മനുഷ്യരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആളുകളെ പറ്റിച്ചിട്ടാണ്, വഞ്ചിച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമസ്കാരത്തിന് ശേഷവും അവൻ പറയുന്നൊരു വാക്കുണ്ട്, വചനമുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. അല്ലാഹുവേ, നീ തന്നത് തടയാൻ ആരുമില്ല റബ്ബേ, നീ തടഞ്ഞത് തരാനും ആരുമില്ല റബ്ബേ. നിന്റെ വിധി നിർണയത്തെ മറികടക്കാൻ കഴിയുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലുള്ള ഇല്ല റബ്ബേ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട്, നമസ്കാരത്തിന് ശേഷം ഉറച്ച ഹൃദയത്തോടെ പ്രഖ്യാപിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാല് വഴുതി വീഴുമ്പോ യാ അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം മൊയ്തീ ശൈഖേ മമ്പറത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോ നീ പ്രഖ്യാപിച്ച തൗഹീദിന്റെ കടക്കാണ് നീ കത്തിവെക്കുന്നത്. നിന്റെ മുന്നിൽ തകർന്നടിയുന്നത് തൗഹീദിന്റെ കോട്ടയാണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. എന്തൊക്കെ രക്ഷകളുണ്ടെങ്കിലും അനുഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ആരെയും പേടിക്കേണ്ടതില്ല, ആരെയും ഭയപ്പെടേണ്ടതില്ല. പച്ചപ്പുതപ്പ് പുതച്ചിട്ട് വീട്ടിലേക്ക് വന്ന് നിങ്ങൾ മുച്ചൂടും നശിച്ചു പോകുമെന്ന് ഏതെങ്കിലും ഒരു വലിയ പറയുകയാണെങ്കിൽ, വലിയെന്ന് സ്വയം അവകാശപ്പെടുന്നവർ പറയുകയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവർ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിന്റെ ഒരു കണിക പോലും നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിൽ ഈമാൻ നൽകുന്നൊരു സമാധാനമുണ്ട്, ഈമാൻ നൽകുന്നൊരു സമാശ്വാസമുണ്ട്. അള്ളാഹുവിനെ മാത്രം പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്നൊരു നിർഭയത്വമുണ്ട്. ആ നിർഭയത്വം ഏതാണെന്ന് അറിയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ആ നിർഭയത്വത്തിന് ഉദാഹരണങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിന്റെ 54, 55, 56 വചനങ്ങളിൽ അള്ളാഹു അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബിക്ക് ശേഷം അള്ളാഹു പറഞ്ഞയച്ച ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ തന്റെ ദഅവത്തുമായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന് ചില രോഗങ്ങൾ ബാധിക്കുകയാണ്, ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബാധിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിലെങ്ങനെ വിശ്രമിക്കുമ്പോ ആ നാട്ടിലെ ചില ആളുകൾ, അദ്ദേഹത്തിന്റെ ആദർശ വൈദികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണെന്ന് അറിയുമോ? ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂ. നിന്നെ ബാധിച്ചത് ഞങ്ങളുടെ ഇലാഹുകളുടെ പൊരുത്തക്കേടാണ്. നമ്മളൊക്കെ മുജാഹിദുകൾക്ക് വല്ല രോഗവും ബാധിച്ചാൽ പറയൂലേ, ഔലിയാന്റെ പൊരുത്തക്കേടാണ്. ഇന്ന് ഈ സംസാരം കഴിഞ്ഞ്, പ്രസംഗം കഴിഞ്ഞ് എന്റെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോ
പോകുന്ന വഴിയിൽ ആക്സിഡന്റോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ പറയാൻ ആളുകൾ ഉണ്ടാവും, ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് സംഭവിച്ചതാണ്, ഔലിയാക്കളുടെ പൊരുത്തക്കേട് കൊണ്ട് സംഭവിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നത് സാധാരണയാണ്. അതേതെങ്കിലും ഒരു വലിയന്റെ കറാമത്ത് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു വലിയന്റെ പൊരുത്തക്കേട് കൊണ്ടല്ല. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ രോഗം വന്നപ്പോ ഈ പറയുന്ന അന്ധവിശ്വാസികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞതും അത് തന്നെയാണ്. ഞങ്ങളുടെ ഇലാഹുകളെ തെറി പറഞ്ഞിട്ടല്ലേ, ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറഞ്ഞിട്ടല്ലേ. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മറുപടിയുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതി വെക്കേണ്ട ഒരു മറുപടിയാണത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു മറുപടിയാണത്. ജീവിതത്തിൽ വൈകാരികതയോടെ സ്വീകരിക്കേണ്ട ഒരു മറുപടിയാണത്. എന്താണ് ആ മറുപടി എന്നറിയുമോ? അദ്ദേഹം പറയുകയാണ്, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാനിതാ എന്റെ റബ്ബിനെ സാക്ഷ്യം വഹിക്കുകയാണ്, അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുക. അന്നി ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പങ്കു ചേർക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെയൊന്നും എനിക്കൊരു പേടിയുമില്ല, എനിക്കവരുമായി ഒരു ബന്ധവുമില്ല, ഞാൻ അവരെ പരിഗണിക്കുന്നുമില്ല. അവിടെയും തീർന്നില്ലെന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫകീദൂനി ജമീആ, നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളെ കൊണ്ടും നിങ്ങളുടെ ഇലാഹുകളെ കൊണ്ടും നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ കൊണ്ടും വസ്തുക്കളെ കൊണ്ടും എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? ചെയ്തുകൊള്ളുക. പരിഗണന തരൂല ഞാൻ, നിങ്ങളെ പരിഗണിക്കില്ല ഞാൻ, നിങ്ങളെ ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ ഇതാ എന്റെ റബ്ബിൽ പരമേൽപ്പിക്കുകയാണ്. എങ്ങനെയുള്ള റബ്ബ്? റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ റബ്ബ്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ, ഈ പ്രപഞ്ചത്തിൽ ഒരു ജീവിവർഗവുമില്ല, അതിന്റെ കുടുമയിൽ റബ്ബിന്റെ കൺട്രോൾ ഇല്ലാതെ, നിയന്ത്രണമില്ലാതെ. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ രക്ഷിതാവ് കുടികൊള്ളുന്നത് നേരായ മാർഗത്തിലാണ്. എന്തൊരു മറുപടിയാണ് പ്രിയപ്പെട്ടവരെ! ആരെയും ഭയക്കാത്ത, ആരെയും കൂസാത്ത, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, റബ്ബിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് കഴിഞ്ഞുപോയ ഒരു പ്രിയപ്പെട്ട പ്രവാചകന്റെ വാക്കുകളാണ് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഗുണപാഠമാകുന്നതിന് വേണ്ടിയാണ്, അത് നാം ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയാണ്. സൂറത്തു തൗബയിൽ 51-ാമത്തെ ഒരു വചനമുണ്ട്. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നറിയുമോ? ഖുൽ നബിയേ പറയുക, ഖുൽ നബിയേ പറയുക, പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് പറയേണ്ടത്? ലൈ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഭരമേൽപ്പിക്കുന്നത് അല്ലാഹുവിലാണ്. എന്തൊരു പ്രഖ്യാപനമാണ് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ. ലൈ യുസീബന, ഞങ്ങളെ ബാധിക്കുകയില്ല, ഞങ്ങളെ ഒരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ കഴിയുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ അല്ലാഹു എഴുതിയതല്ലാതെ, ഞങ്ങളുടെ റബ്ബ് എഴുതിയതല്ലാതെ. ഈ വിശ്വാസത്തിന്റെ പേരിൽ മാത്രമല്ല നിർഭയത്വം, വിശ്വാസം യഥാർത്ഥത്തിൽ മുസ്ലിമുകൾക്ക് നൽകുന്നത്. മറിച്ച് സൂറത്ത് ആലി ഇമ്രാനിന്റെ 173-ാമത്തെ വചനം നിങ്ങളൊന്ന് എടുക്കണം, എന്നിട്ട് അതൊന്ന് പരിശോധിച്ചു നോക്കണം. അല്ലദീന ഖാല ലഹുമുന്നാസ്, അവരോട് ജനങ്ങൾ പറഞ്ഞാൽ, ആളുകൾ അവരോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, ജനങ്ങളിതാ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആയുധമുണ്ടവർക്ക്, ആൾബലമുണ്ടവർക്ക്, ഗവൺമെന്റുകൾ അവരുടെ കയ്യിലാണ്, ആയുധപ്പുരകൾ മുഴുവൻ അവരുടെ കയ്യിലാണ്, ഭരണഘടന അവർക്ക് അനുകൂലമാണ്, എല്ലാം അവർക്ക് അനുകൂലമാണ്. ഫഖ്ശൗഹും, അതുകൊണ്ട് ഭയപ്പെട്ടുകൊള്ളുക, അതുകൊണ്ട് ജാഗരൂകരാവുക എന്നവരോട് പറയപ്പെട്ടാൽ അവരുടെ പ്രതികരണം എന്താണെന്നറിയുമോ? ഫസാദഹും ഈമാനാ, അവരുടെ ഈമാൻ നശിച്ചു പോകുകയല്ല ചെയ്യുക, അവർ പേടിച്ചരണ്ട ഒരു മൂലക്കിരിക്കുകയല്ല ചെയ്യുക, മറിച്ച് അവരുടെ പ്രതികരണം എന്താണ്? അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്.
ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് ഊരിപ്പിടിച്ച വാളുമായ ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. അവന്റെ കച്ചവടം തകരുന്നു, അവന്റെ ഏർപ്പാടുകൾ തകരുന്നു, അവന്റെ കുടുംബം തകർന്നു. എല്ലാം തകർന്ന് തരിപ്പണമായാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിന് ഒരു കുറവും ഉണ്ടാവുകയില്ല. ആ സമയത്തെല്ലാം അവൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയുമോ? അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നാവിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്ന വിശ്വാസത്തിന്റെ വെളിച്ചമാണ്. എന്താണ് അവൻ പറയുന്നത്? വഖാലു ഹസ്ബുനല്ലാഹ് വഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹു മതിയായവനാണ്. വനിഅ്മൽ വക്കീൽ, അവനാണ് പരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവനെന്ന് അവരതാ പറയുകയാണ്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ വചനങ്ങൾ. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എവിടെയും അടിപതറിപ്പോകാത്ത വിശ്വാസത്തിന്റെ കവചം എന്ന് പറയുന്നത്. അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നമ്രൂദിന്റെ സ്വേച്ഛാധിപത്യം തയ്യാറായപ്പോ എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ സമാധാന ചിത്തനായി ആ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലയ്ക്ക് മുന്നിൽ ഊരിപ്പിടിച്ച വാളുമായി കടുത്തെറുക്കാൻ വരുന്ന ഫറോവയുടെ പടയാളികൾക്ക് മുന്നിൽ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വിശ്വാസത്തിന്റെ കവചം സൗറുഹയിലിരിക്കുമ്പോ ശത്രുക്കളുടെ വാളിന്റെ തിളക്കം ഇങ്ങനെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങുമ്പോ അവരൊന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ, മണങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി പ്രവാചകനെയും അബൂബക്കറിനെയും കാണാമെന്ന നിലയിലേക്ക് അത്രയും അടുത്തേക്ക് അവരെത്തിയപ്പോ, അത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിലേക്ക് അവരെത്തി നിൽക്കുമ്പോ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത്, പേടിക്കരുത് അബൂബക്കർ, പതറിപ്പോകരുത് അബൂബക്കർ. ഇന്നല്ലാഹ മഅനാ, അബൂബക്കറിന്റെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചിട്ടാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഒരു രോഗം വരുമ്പോ ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക് ഓടുന്നവരെ, മക്കളില്ലാതെയാകുമ്പോ വ്യത്യസ്തമായ ജാറങ്ങളിൽ പോയി കാണിക്ക വെക്കുന്നവരെ, തുലാഭാരം നടത്തുന്നവരെ, അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരെ, നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് ശക്തിയാണുള്ളത്? നിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് അർത്ഥമാണുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം വരുന്നതിന് മുന്നേ പള്ളികൾ വൃത്തിയാക്കണം, അതിനു മുന്നേ വീടുകൾ വൃത്തിയാക്കണം, അതിനു മുന്നേ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ വൃത്തിയാക്കണേ, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അഖീദയെ വൃത്തിയാക്കണേ. അതിനെ വൃത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ, അഖീദയെ കറകളഞ്ഞതാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ നോമ്പ് പടച്ചെറുപ്പിന് വേണ്ട, നിങ്ങളുടെ നമസ്കാരങ്ങൾ പടച്ചെറുപ്പിന് വേണ്ട, നിങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ പടച്ചെറുപ്പിന് വേണ്ട. സൂറത്തു സുമറിലൂടെ വളരെ വ്യക്തമായി പറയപ്പെട്ടതാണത്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ ഞാനിതാ അങ്ങയ്ക്ക് ബോധനം നൽകുകയാണ്. അല്ലാഹു പറയുന്നു, അങ്ങയ്ക്ക് മാത്രമല്ല കേട്ടോ, അങ്ങയ്ക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാർക്കും ഞാൻ ബോധനം നൽകിയിട്ടുണ്ട്, ഈ വഹി നൽകിയിട്ടുണ്ട്. എന്താണത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ ശിർക്ക് ചെയ്താൽ, അങ്ങയ്ക്ക് ശിർക്ക് സംഭവിച്ചു പോയാൽ, ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ കർമ്മങ്ങൾ ബാത്തിലായി പോകുന്നതാണ്, വൃഥാവിലായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യും നബിയേ. ആരോടാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ? 23 കൊല്ലക്കാലം ഉണ്ണാതെ ഉറങ്ങാതെ സമാധാനത്തോടെ വിശ്രമിക്കാതെ നിതാന്തമായ അഹോരാത്രമായ പരിശ്രമത്തിൽ ഈ ദഅവത്തിന്റെ മേഖലയിൽ ഒരു മെഴുകുതിരി ഒരുക്കുന്നത് പോലെ ഒരുങ്ങി തീർന്ന ആ മഹാനുഭവനായ മനുഷ്യനോടാണ് റബ്ബ് പറയുന്നത്, പ്രവാചകരെ, അങ്ങയ്ക്ക് ശിർക്ക് സംഭവിക്കുകയാണെങ്കിൽ അങ്ങയുടെ കർമ്മങ്ങൾ ധൂളികളായി പോകും നബിയേ, അങ്ങയുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ എന്റെയും നിങ്ങളുടെയും കഥ പറയണോ പ്രിയപ്പെട്ടവരെ? സൂറത്തുൽ അൻആം പരിശോധിച്ചാൽ നമുക്കൊരു വചനം കാണാൻ കഴിയും. അല്ലാഹു പറയുകയാണ്, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ വസകരിയ വയഹ്യാ വഈസാ വഇല്യാസ് കുല്ലും മിനസ് സാലിഹീൻ
വഇസ്മാഈല വൽയസഅ വയൂനുസ വലൂത വകുല്ലം ഫദ്ദൽനാ അലൽ ആലമീൻ. 15ലധികം പ്രവാചകന്മാരുടെ പേരുകൾ. ഈ പ്രവാചകന്മാരിൽ ആരൊക്കെ ഉണ്ടെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഈർച്ചവാളുകൊണ്ട് നേരെ പകുതിയായി ഊർന്നു കൊല്ലപ്പെട്ടവരുണ്ട്. ഈ പ്രവാചകന്മാരിൽ രോഗം വന്നുകൊണ്ട് കാലങ്ങളോളം പ്രയാസപ്പെട്ടവരുണ്ട്. ഈ പ്രവാചകന്മാരിൽ കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെട്ടവരുണ്ട്. ഈ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മുകളുണ്ട്, അല്ലാഹുവിന്റെ ഖലീലിന്റെ മക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഈ പ്രവാചകന്മാരുടെ പേരുകൾ മുഴുവൻ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയുമോ? വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇവർ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രവാചകന്മാരുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ്. അതെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നതാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് എനിക്ക് പറയാനുള്ളത്, റമദാൻ മാസം വരുന്നതിന്റെ മുന്നേ നിങ്ങൾ ഒഴിവാക്കേണ്ടത് യാ മുഹീദ്ദീൻ ശൈഖേ എന്ന വിളിയാണ്, മമ്പറത്ത് തങ്ങളെ എന്ന വിളിയാണ്, അജ്മീറിലെ ഖോജ എന്ന വിളിയാണ്, ഉള്ളാളത്തെ തങ്ങളെ എന്ന വിളിയാണ്. അല്ലാഹുവിനെ വിളിക്കുക, പടച്ചുറപ്പിനെ വിളിക്കുക. ജീവിതത്തിൽ സങ്കടമുണ്ടാകുമ്പോ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ എന്ന് ആ ദൃഢനിശ്ചയത്തോടെയാകണം റമദാൻ മാസത്തെ നാം വരവേൽക്കേണ്ടത്. പരിശുദ്ധമായ ബദറിന്റെ പോരാട്ടം നടന്ന ആ മാസത്തെ നാം വരവേൽക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ ആദർശത്തിന്റെ വക്താക്കളായിക്കൊണ്ടാണ്. ആ ആദർശത്തിന്റെ തിളക്കം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി ഏറ്റവും ആദ്യമായി റമദാൻ വരുന്നതിന് മുന്നേ ശിർക്കിൽ നിന്ന് മോചിതരാകണേ, തൗഹീദ് കൃത്യമാക്കണേ എന്ന് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, റമദാൻ വരുന്നതിന് മുൻ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ശഹ്റു റമദാൻ. റമദാനിനെ കുറിച്ച് അല്ലാഹു സംസാരിക്കുകയാണ്. ശഹ്റു റമദാൻ, റമദാൻ മാസം. അതിന്റെ തൊട്ടു മുന്നേയുള്ള 2 ആയത്തുകളിൽ നോമ്പിനെ കുറിച്ചും അതിന്റെ ചില കാര്യങ്ങളെ കുറിച്ചുമെല്ലാം സംസാരിച്ചിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു ശഹ്റു റമദാൻ, റമദാൻ മാസം. അല്ലദീ, ആ റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമദാൻ മാസത്തിലാണ് ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് നേർമാർഗമായിക്കൊണ്ട്, വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, നേർമാർഗമാക്കൊണ്ട് സത്യാസത്യ വിവേചനത്തിന്റെ, ധർമാധർമ്മ വിവേചനത്തിന്റെ, നീതിയുടെയും അനീതിയുടെയും വിവേചനത്തിന്റെ കൃത്യമായ മാർഗദർശനമായി പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് ഈ പരിശുദ്ധ റമദാൻ മാസത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനും ആത്മാവുമായി അകന്നു നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, റമദാനിന്റെ ഒന്നാമത്തെ നിലാവ് കാണുന്നതിന്റെ മുന്നേ ആ ഖുർആനുമായി ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ആ ഖുർആനുമായി അടുപ്പമുണ്ടാക്കാൻ സാധിക്കണം. ആ ഖുർആനാണ് നമുക്ക് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. ഈ പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയുമോ? ആരാണോ ചൊവ്വായ പാതയെ അന്വേഷിക്കുന്നത്, ആരാണോ നേരായ പാതയെ അന്വേഷിക്കുന്നത്, ആ നേരായ പാതയിലേക്ക് കൈപിടിച്ചു നടത്താൻ വേണ്ടി മനുഷ്യരാശിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ പരിശുദ്ധ ഖുർആൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് നിത്യമോചനത്തിന്റെ സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത സുവിശേഷം അറിയിക്കുന്നതാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വിടവാങ്ങുന്നത്. അതിലൊന്നാമത്തേത് അല്ലാഹുവിന്റെ കിതാബാണ്, രണ്ടാമത്തേത് എന്റെ സുന്നത്താണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ മാർഗ്ഗഭ്രഷ്ട് സംഭവിച്ചു പോകാതെ ഈ ലോകത്ത് ജീവിക്കാനുള്ള 2 മാർഗങ്ങളെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ആ ഖുർആനുമായി അടുക്കുക. നാടുകളും ഗ്രാമങ്ങളും നഗരങ്ങളും പട്ടണങ്ങളുമെല്ലാം മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ വൃത്തികേടിന്റെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ ഒന്നുമല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യ ബോധമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മായിക ലോകത്താണ് അവർ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ പരിഹാരം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ മയക്കുമരുന്നിന്റെ, ഈ കഞ്ചാവിന്റെ, ഈ പറയുന്ന ലഹരി ഉപയോഗത്തിന്റെ കൃത്യമായ പരിഹാരം പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് വ്യക്തമായി കാണിച്ചു തന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ അവതരിക്കുന്ന കാലം മദ്യത്തെ പരിശുദ്ധ ഖുർആൻ നിരോധിച്ചത് 3
ഘട്ടമായിട്ടാണ്, 3 ഘട്ടത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം നിരോധിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയുമോ? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്. നബിയേ, മദ്യത്തെക്കുറിച്ച് അവരങ്ങയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്. ഖുർആനിന്റെ സംവേദം നിങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഖുർആൻ പറയുകയാണ് അതിൽ വലിയ തിന്മയുണ്ട്, എന്നാൽ അതിൽ ഉപകാരവുമുണ്ട്. മദ്യത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചെറിയ ഉപകാരങ്ങളുമുണ്ട്. 2 ഭാഗത്തെയും പരിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യുകയാണ്, 2 വിഭാഗത്തെയും ഖുർആൻ അഡ്രസ് ചെയ്യുകയാണ്. ചില ആളുകൾക്ക് ജോലി ലഭിച്ചേക്കാം, താൽക്കാലികമായി ചില മനസ്സിന്റെ പ്രയാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. ഇതെല്ലാം മദ്യത്തിൽ നിന്ന് ജനങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഉപകാരമാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ആ മദ്യത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഉപദ്രവത്തെ തട്ടിച്ചു നോക്കുമ്പോൾ ഉപകാരം എത്രയോ ചെറുതാണ്. വല്ലാത്തൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ. 3 പേർക്ക് ജോലി ലഭിക്കുന്നുണ്ടെങ്കിൽ 300 കുടുംബങ്ങൾ ലഹരി കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നുണ്ട് എന്ന ആധുനിക ലോകത്തെ പഠനത്തിന്റെ റിപ്പോർട്ടാണ് കൃത്യമായി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. അതിന്റെ ഉപകാരം എന്ന് പറയുന്നത് അതിന്റെ ഉപദ്രവത്തെക്കാൾ എത്രയോ ചെറുതാണ്. അതിന്റെ ഉപദ്രവം വലുതാണ്, അത് വിതക്കുന്ന വിനാശം വലുതാണ്, അതുണ്ടാക്കുന്ന നാശം വലുതാണ് എന്ന ആദ്യമായി തിയോററ്റിക്കലി മദ്യത്തിന്റെ വൃത്തികേടിനെ കുറിച്ച് ആ സമൂഹത്തിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി മദ്യനിരോധനത്തിന് വേണ്ടി പടച്ചറപ്പെടുത്ത നിലപാട് എന്താണെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ വിളിച്ചിട്ടാണ് പറയുന്നത്, വിശ്വാസം സ്വീകരിച്ചവരെ വിളിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ലാ തഖറബുസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത്, എന്റെ മുന്നിലേക്ക് നിങ്ങൾ വന്നു പോകരുത്. വഅൻതും സുകാറാ, നിങ്ങൾ മദ്യലഹരിയിലായിരിക്കുമ്പോ നിങ്ങളെ എനിക്ക് കാണണ്ട, നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരേണ്ടതില്ല. മദ്യലഹരിയിലായിരിക്കും നിങ്ങൾ നമസ്കരിക്കരുത്. അല്ലാഹുവിന്റെ വചനമാണ്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് മദ്യലഹരിയിൽ നിസ്കരിക്കാൻ വരരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുബ്ഹ് നമസ്കാരത്തിന് കുടിക്കാൻ കഴിയില്ല, ളുഹറിന് പള്ളിയിൽ പോകണം, ളുഹർ കഴിഞ്ഞിട്ട് കുടിക്കാൻ കഴിയില്ല, അസറിന് പള്ളിയിൽ പോകണം, അസർ കഴിഞ്ഞിട്ട് കുടിക്കാൻ കഴിയില്ല, മഗ്രിബിന് പള്ളിയിൽ പോകണം, മഗ്രിബ് കഴിഞ്ഞിട്ടും കുടിക്കാൻ കഴിയില്ല, ഇശാക്ക് പള്ളിയിൽ പോകണം. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് കുടിക്കാനുള്ള സമയം വളരെ ചുരുങ്ങുകയാണ്. വളരെ ചെറിയ സമയം മാത്രമേ അവർക്ക് മദ്യസേവ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. 3ാമത്തെ ഘട്ടം എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇന്നമാ യുരീദു ശൈത്താൻ അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. മദ്യനിരോധനം പൂർണ്ണമാവുകയാണ്. അല്ലാഹു പറയുകയാണ് പിശാച് ഉദ്ദേശിക്കുന്നു മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വെറുപ്പ് വിതക്കാൻ പിശാച് ഇതാ ഉദ്ദേശിക്കുകയാണ്. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയാനും അവൻ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് 3 വാക്കുകളാണ് പടച്ചറബ് ചോദിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് പിന്തിരിയാനായിട്ടില്ലേ, നിങ്ങൾക്ക് മാറാനായിട്ടില്ലേ എന്ന പരിശുദ്ധ ഖുർആനിന്റെ അലയൊലികൾ ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന് ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ മുന്നിലുള്ള സഹാബികളോട് പ്രവാചകൻ ഈ ആയത്ത് പാരായണം ചെയ്യുകയാണ്. കേട്ടവർ അങ്ങാടികളിലേക്ക് ഓടുകയാണ്, വീടുകളിലേക്ക് ഓടുകയാണ്, കള്ള് ഷാപ്പുകളിലേക്ക് ഓടുകയാണ്. എന്നിട്ട് പറയുകയാണ് ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് പിന്തിരിയാറായിട്ടില്ലേ, നിങ്ങൾക്ക് മതിയാക്കാറായിട്ടില്ലേ എന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് കാട്ടുതീ പോലെ പടരുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ പൂർണ്ണമായ മദ്യനിരോധനം വന്നപ്പോ ഒഴുക്കുടിയന്മാരായ മനുഷ്യരിങ്ങനെ മദ്യത്തിന്റെ ചഷകം ചുണ്ടോട് ചേർക്കുമ്പോ ഈ ആയത്ത് കേട്ട മനുഷ്യരുടെ കണ്ണുകൾ നിറയുന്നു. അവരതാ മദ്യത്തിന്റെ ചഷകം വലിച്ചെറിയുകയാണ്. മദ്യത്തിന്റെ വീപ്പക്കുറ്റികൾ ഒരാഴ്ചയും 1 മാസവും കുടിക്കാൻ വേണ്ടി സംഭരിച്ചു വെച്ച മദ്യത്തിന്റെ വീപ്പക്കുറ്റികൾ തച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ്. എന്നിട്ടതാ പ്രിയപ്പെട്ടവരെ മദീനയുടെ തെരുവീതിയിലൂടെ
മദീന, പരിശുദ്ധമായ മദീന പട്ടണത്തിന്റെ തെരുവീതിയിലൂടെ മദ്യനിരോധനത്തിന്റെ, ലഹരി നിരോധനത്തിന്റെ ആ വലിയ ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ നേരിയ നീർച്ചാലങ്ങനെ ഒഴുകുകയാണ്. മദ്യനിരോധനം പൂർണ്ണമാകുന്നു. 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന വിപ്ലവമാണ്. അതിന്റെ അനുയായികളാണ് നമ്മൾ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പുതിയ തലമുറയിലുള്ള പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ലഹരിയിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാരമ്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുക, നമുക്കൊരു ഇന്നലെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, നമുക്കൊരു ചരിത്രമുണ്ടെന്ന് മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കർണപുടത്തിലേക്ക് പതിച്ചപ്പോ മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞവരാണ് ഇന്നലകളിൽ നമ്മൾ. നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ മദ്യത്തിന്റെ വീപ്പക്കുറ്റികൾ തച്ച് തകർച്ച ചരിപ്പണമാക്കിയവരാണ്. അവരെന്ത് വലിച്ചെറിഞ്ഞ വൃത്തികേടുണ്ടല്ലോ, MDMന്റെ രൂപത്തിൽ, മയക്കുമരുന്നിന്റെ രൂപത്തിൽ, സിന്തറ്റിക് ഡ്രഗ്സിന്റെ രൂപത്തിൽ നമ്മൾ വീണ്ടും പുനരാവിഷ്കരിക്കരുത്, പുനരാനയിക്കരുത്. അത് വലിയ ദുരന്തമാണ്. ഈ സമുദായത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും, ഈ ഉമ്മത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും, ഈ പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാകാൻ ഭാഗ്യം കിട്ടിയിട്ടും ഈ വലിയ വിപത്തിൽ നിന്ന് മോചിതരാവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. ഈ നൈമിഷികമായ സുഖം മാത്രമേ ഉണ്ടാവൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മെ കാത്തിരിക്കുന്നത് നരകയാതനയാണ്, നരകയാതനയാണ്. എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നാട്ടുകാരോ അധ്യാപകരോ നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്തെങ്കിലും പരാതി നിങ്ങളോട് പറഞ്ഞാൽ അവരോട് ശത്രുത തോന്നുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് കാലഘട്ടം അങ്ങനെയാണ്. അധർമ്മം പേമാരിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്, അസംസ്കാരം വെള്ളപ്പൊക്കമായി അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ അതിൽ മുങ്ങിപ്പോകാതിരിക്കാൻ അവരുടെ കൈ നാം പിടിക്കേണ്ടതുണ്ട്. ഈമാൻ എന്ന രക്ഷാകവചം അവരുടെ കൈകളിലേക്ക് നാം വെച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ നമ്മെ ഖബറിൽ എടുത്തു വെക്കേണ്ട, നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കേണ്ട, നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾ അതിനുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. ഈ കേരളക്കരയിൽ പ്രിയപ്പെട്ടവർ, ഒരു പിതാവിന്റെ ഒരു അനുഭവമുണ്ട്. ആ മനുഷ്യനെ മരിച്ചു കൊണ്ടുപോകുകയാണ്. 5 വക്ത് നമസ്കാരത്തിനും കൃത്യമായി പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, 5 വക്ത് നമസ്കാരത്തിനും ഒന്നാമത്തെ സഫിൽ നിന്നുകൊണ്ട് നമസ്കരിച്ച ഒരു മനുഷ്യൻ, ഇതുപോലെ പ്രോഗ്രാമുകളും പരിപാടികളും ഉണ്ടാകുമ്പോ കസേരയിലെ ഒന്നാമത്തെ നിരയിൽ വന്നിരുന്നു കൊണ്ട് ശ്രദ്ധിച്ചു കേട്ടുന്നിരുന്ന ഒരു മനുഷ്യൻ. 2 ആൺമക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൂത്തവൻ ഇദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന അതേ തെരുവിൽ കുടിച്ച് ലക്ക് കൊട്ടുകൊണ്ട് ഓടയിൽ വീണ് കിടക്കുന്നു. 2ാമത്തവൻ ആരെയോ കത്തിയെടുത്ത് കുത്തിയിട്ട് ജയിലിലാണ്, റിമാൻഡിലാണ്. ഇയാളുടെ മയ്യത്ത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോ ഞങ്ങളുടെ ഉപ്പാന്റെ കടബാധ്യതകൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാൻ പോലും ഈ 2 ആൺമക്കളില്ല. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കാൻ ഈ ആൺമക്കളില്ല. ഖബറിൽ എടുത്തു വെക്കുമ്പോ തസ്ബീഹിന്റെ ദുആ ചെയ്യാൻ ഈ ആൺമക്കളില്ല. കുടുംബക്കാരെ സമാധാനിപ്പിക്കാൻ, ഉമ്മാനെ സമാധാനിപ്പിക്കാൻ ഈ ആൺമക്കളില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജാഗരൂകരാവുക. നമുക്ക് കൊടുക്കാനുള്ള പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആൻ യഥാർത്ഥത്തിൽ പരിഹാരമായി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖുർആനിന്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ആരായിരുന്നു ഉമർ? പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ ചരിത്രം നമുക്കറിയാലോ. എങ്ങനെയായിരുന്നു ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? നമ്മൾ എത്രയോ തവണ കേട്ട ചരിത്രമാണ്. ഉമറും കുടിയനായിരുന്നു, കുടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം അതാ ഉമർ കുടിക്കാൻ വേണ്ടി പോകുന്നു, കള്ളു കുടിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് അവിടെ കള്ള് ലഭ്യമല്ല. സാധാരണ കുടിക്കാൻ കൂടെയുള്ള ആളുകളും ചങ്ങാതിമാരും അവിടെയില്ല. അങ്ങനെയാണ് ഉമർ, ഏതായാലും കുടിക്കാൻ കഴിയുന്നില്ല, ഇനി പോയിട്ട് കഅബയിൽ പോയിട്ട് അവിടെ ഒന്ന് ആരാധിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് തന്റെ ബിംബത്തെയും ദൈവത്തെയും അന്വേഷിച്ചിട്ട് മക്കയിലേക്ക് പോകുകയാണ്, കഅബയുടെ പരിസരത്തേക്ക് പോകുകയാണ്. അവിടെ എത്തിയപ്പോ ഉമർ കാണുന്നത് കഅബാലയം ശൂന്യമാണ്, ആരുമില്ല. കഅബാലയത്തിന്റെ പരിസരത്ത് ഒരു നിഴൽ രൂപം ഇങ്ങനെ കഅബ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരാൾ. ഉമറിങ്ങനെ സൂക്ഷിച്ചു നോക്കി, ആരാണത്? ഉമറൊന്ന് ഞെട്ടിപ്പോയി. മറ്റാരുമല്ല, താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, താൻ ഏറ്റവും കൂടുതൽ വൈരാഗ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന, ഖുറൈശികൾക്കിടയിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇങ്ങനെ ചിന്തിച്ചു, ഈ മുഹമ്മദിന് എന്താണ് ഈ സമയത്ത് ഈ കഅബാലയത്തിൽ കാര്യം? ഇവിടെ എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാത്തും പതുങ്ങിയും പമ്മിയും അതാ ഉമർ കഅബാലയത്തിന്റെ അടുത്തെത്തുകയാണ്.
അള്ളാന്റെ റസൂൽ ഉമറിന്റെ വരവറിയുന്നില്ല. അദ്ദേഹം അങ്ങനെ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ വചനം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അൽഹാഖ മൽഹാഖ വമാ അദ്റാക മൽഹാഖ. പരിശുദ്ധ ഖുർആനിന്റെ ശബ്ദസുന്ദരമായ വചനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്. ഉമർ മയങ്ങിപ്പോയി. ഉമർ വല്ലാത്തൊരവസ്ഥയിലേക്കായി. എന്തൊരു വചനമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ, എന്തൊരു മാസ്മരികതയുടെ വചനമാണിത്. എത്ര നല്ല കവിയാണ് ഇയാൾ. സംഗതിയാൾ ഖുറൈശികൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്നുണ്ടെങ്കിലും എത്ര നല്ല കവിയാണ് ഇയാളെന്ന് ഉമർ അങ്ങ് ചിന്തിക്കുമ്പോ തൊട്ടടുത്ത ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യുന്നു. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ. ഇതൊരു കവിയുടെ വാക്കുകളല്ല, ഇതൊരു കവിതയല്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്നുള്ളൂ. ഇതങ്ങ് കേട്ടപ്പോ ഉമർ അത്ഭുതപ്പെട്ടു. ഞാൻ എന്റെ മനസ്സിലൊന്ന് ചിന്തിച്ചപ്പോ എന്റെ വരവ് പോലും അറിയാത്ത മുഹമ്മദ് എങ്ങനെയാണ് ആ മനോവ്യവഹാരത്തിന് മറുപടി പറഞ്ഞത്? തൊട്ടടുത്ത് ഈ ഉമർ ഈ മുഹമ്മദിന് വല്ല ജ്യോത്സ്യനുമാണോ, വല്ല ഭാവി പ്രവചനക്കാരുമാക്കാരനുമാണോ? അതാ അടുത്ത ആയത്ത് വരുന്നു. വമാ ഹുവ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ. ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളല്ല, ഇതൊരു കൈനോട്ടക്കാരന്റെ വാക്കുകളല്ല. പ്രിയപ്പെട്ടവരെ, ഇതും കൂടിയായപ്പോൾ ഉമർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പിന്നെ ഇതെന്താണ്, എന്താണ് ഈ ഖുർആൻ? അടുത്ത ആയത്ത് വരുന്നു. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവിന്റെ വചനം, ലോകങ്ങളുടെ രക്ഷിതാവിന്റെ വാക്കുകൾ, ലോകങ്ങളുടെ രക്ഷിതാവ് അവതരിപ്പിച്ചതാണ്. ഉമർ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുള്ളതല്ല, ഇദ്ദേഹത്തിന്റെ രചനയല്ലേ, അതേ അല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ അടുത്ത വചനം വരുന്നു. വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. പ്രവാചകനെങ്ങാനും തന്നിഷ്ടപ്രകാരം ഈ പരിശുദ്ധ ഖുർആനിൽ ഒരു വാക്ക് പോലും കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. അദ്ദേഹത്തിന്റെ വലത് കൈ കൊണ്ട് ഞാൻ പിടിച്ചേനെ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളഞ്ഞേനെ. ഉമർ ദാ ഖുർആനിനെ കീഴ്പ്പെടുകയാണ്. ഉമറിന്റെ കണ്ണ് വല്ലാതെ വിടരുന്നു. ആ സമയം ഉമർ ഓർക്കുകയാണ്, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. ഖുറൈശി പ്രമാണിമാര് പറഞ്ഞിട്ടുണ്ട്, ഖുറൈശി നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഖുർആൻ കേൾക്കരുത്. ആ ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അതിന് കീഴ്പ്പെട്ടു പോകുമേ എന്ന് ഖുറൈശിക്കാര് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മ വന്നപ്പോ ഉമർ അതാ ധൃതിപ്പെട്ടുകൊണ്ട് നടന്നു പോകുകയാണ്. ഉമറിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള പോരാട്ടവും സംഘട്ടനവും ഉമറിന്റെ മനസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അതാ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചുറപ്പിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിലാണ് അറിയുന്നത്, തന്റെ വീട്ടിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം എത്തിയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട പെങ്ങളും അളിയനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പെങ്ങളുടെ വീട്ടിലേക്ക് കേട്ട കാര്യം സത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി നടക്കുകയാണ്, അതിവേഗതയിൽ നടക്കുകയാണ്. എന്നിട്ട് വാതിലിലെത്തുമ്പോ ഉമറദാ ഒരു മൂളിച്ച കേൾക്കുന്നു. ഉമറദാ ഒരു ശബ്ദം കേൾക്കുകയാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉമറിന്റെ പെങ്ങൾക്കും അളിയനും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമർ ആ വാതിൽ തള്ളി തുറക്കുന്നു. ആ സമയമാകുമ്പോഴേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ അവർ ഒളിപ്പിച്ചു വെക്കുന്നു. ഉമർ അതിന് ചോദിക്കുകയാണ്, കൊടുക്കുന്നില്ല. ഉമർ ദാ തന്റെ പെങ്ങളെ മർദ്ദിക്കുന്നു, തന്റെ അളിയനെയും മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിനിടയിൽ ഉമറിന്റെ പെങ്ങൾ ഫാത്തിമ ബിൻത് ഖത്താബ് പറയുകയാണ്, അല്ലാഹുവിന്റെ ശത്രുവേ, നീ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് നീ ഞങ്ങളെ മർദ്ദിക്കുന്നത്? ഈ ഖുർആൻ നെഞ്ചിലേറ്റിയത് കൊണ്ടാണോ? ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടാണോ? എങ്കിൽ നിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഞങ്ങൾ ഇത് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെറുപ്പം തൊട്ട് കാണുന്നതാണ് ഫാത്തിമയെ. ഇത്രത്തോളം ധൈര്യത്തോടുകൂടി, ഇത്രത്തോളം ധീരതയോടുകൂടി ഒരു പെൺസിംഹത്തെ പോലെ അവർ പെരുമാറുന്നത് കണ്ടിട്ടില്ല. ഉമർ അന്താളിക്കുകയാണ്. എന്താണ് ഈ വചനങ്ങൾ? സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിലുള്ള മോചനം നൽകുന്ന, സ്ത്രീകൾക്ക് പോലും എഴുന്നേറ്റ് സംസാരിക്കാനുള്ള ഊർജവും മാർജവവും നൽകുന്ന ഈ ഗ്രന്ഥം വല്ലാത്ത അത്ഭുതം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം ഒരു ചെറിയ കുട്ടിയെ പോലെ ഉമറദാ കരക്കേഴ് കേണ് പറയുകയാണ്, ആ ഖുർആൻ ഒന്ന് എനിക്ക് തരൂ, അതൊന്ന് എനിക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കൂ. ഉമറിന്റെ മുന്നിലേക്ക് പാരായണം ചെയ്യപ്പെടുകയാണ്. ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ആദ്യത്തെ വചനം തന്നെ നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ. മാ അൻസൽനാ, ഞാൻ ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, ഈ ഖുർആനെ നാം അവതരിപ്പിച്ചത് അങ്ങ് വേദനിക്കാനല്ല, പ്രയാസപ്പെടാനല്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. ഭയപ്പെടുന്നവർക്ക് നിർമാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആകാശങ്ങളുടെ, ഉന്നതമായ ആകാശങ്ങളുടെ ഉടമയാണ് ഈ ഖുർആനിന്റെ കർത്താവെന്ന ത്വഹാ സൂറത്തിന്റെ വചനങ്ങൾ കാണുമ്പോ ഉമറിന്റെ മനസ്സിലുള്ള വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും സംഘട്ടനം അവസാനിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ അന്ധകാരത്തെ ഭേദിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളിവെളിച്ചം ഉമറിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഉമർ എഴുന്നേറ്റുന്നോണ്ട് പറയുകയാണ്, എനിക്കൊന്ന് റസൂലിനെ കാണണം, എനിക്ക് എന്റെ പ്രവാചകനെ ഒന്ന് കാണണം. ഉമറദാ അർഖമിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഏകത്വത്തെ ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഉമറിന്റെ മനസ്സിനോട് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സംവദിക്കുക. 2025 കൂടത്തായിൽ ജീവിക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ ഹൃദയങ്ങളോടും സംവദിക്കാനുള്ള ശക്തി പരിശുദ്ധ ഖുർആനുണ്ടെന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ ഖുർആൻ പഠിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്, ആ ഖുർആൻ അറിയാൻ നാം തയ്യാറാകേണ്ടതുണ്ട്, അറബി ഭാഷ പഠിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ആ പരിശുദ്ധ ഖുർആനിന്റെ സിംഫണികളും ആ പരിശുദ്ധ ഖുർആനിന്റെ അവതരണങ്ങളും ആ പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ സംഗീതവുമെല്ലാം അതിന്റെ ഏറ്റവും വലിയ അർത്ഥത്തിൽ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ അർത്ഥം നമുക്കറിയേണ്ടതുണ്ട്. അറബി അറിയുന്നവർക്ക് ഖുർആൻ ആസ്വദിക്കാതിരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച്, എല്ലാവരും ഉണ്ട്, ഖുറൈശി പ്രമാണിമാരും നേതാക്കളും മുഴുവനുമുണ്ട്. ആ പരിസരത്ത് വെച്ച് പ്രവാചകൻ വളരെ ചെറിയ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ സൂറത്തുൻ നജ്മ് പാരായണം ചെയ്യുകയാണ്. വന്നജ്മി ഇദാ ഹവാ മാ ضل സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ സിംഫണികൾ ഇന്നലകളിൽ ഈ പറയുന്ന ഇമ്രുൽ ഖൈസിനെ പോലെയുള്ള കവികളുടെ കവിതകൾ കേട്ടുപരിചയിച്ച ആ മനുഷ്യർക്കുണ്ടല്ലോ, ആ അറബികൾക്ക് പരിശുദ്ധ ഖുർആനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, പരിശുദ്ധ ഖുർആനിനെ, ആ വചനങ്ങളെ അവഗണിക്കാൻ കഴിഞ്ഞില്ല. അവരതാ മയങ്ങിപ്പോകുകയാണ്, ആ വചനങ്ങളിൽ മയങ്ങിപ്പോകുകയാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് നടക്കുന്ന സകല സംഭവ വികാസങ്ങളും അവിടെ നിശ്ചലമാകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ഉതിർന്നു വീഴുന്ന സൂറത്തുൻ നജ്മിന്റെ വാക്കുകളിലൂടെ മക്ക പള്ളിയിൽ കഅബാലയത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന മനുഷ്യർ മുഴുവൻ അറിയാതെ സഞ്ചരിച്ചു പോകുന്നു. എന്നിട്ട് അതിന്റെ അവസാനം വരെ, ആ സൂറത്തിന്റെ അവസാനം വരെ, ആ സൂറത്ത് അവസാനിക്കുന്നത് ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ, അല്ലാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക, അവനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക എന്ന തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തോടു കൂടിയാണ് സൂറത്തു നജ്മ് അവസാനിക്കുന്നത്. ഈ ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്തപ്പോ ഖുർആനിന്റെ ബദ്ധശത്രുക്കളായ, ഖുർആനിന്റെ കൊടിയ ശത്രുക്കളായ ആ കഅബയുടെ പരിസരത്തുണ്ടായിരുന്ന മനുഷ്യർ മുഴുവനും അതാ സുജൂദിലേക്ക് വീഴുകയാണ്. ലാത്തയുടെ മുന്നിലല്ല, ഉസ്സയുടെ മുന്നിലല്ല, മനാത്തയുടെ മുന്നിലല്ല, ഹുബലയുടെ മുന്നിലല്ല, ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അണ്ഡകടാഹത്തിന്റെ നിയന്താവിന്റെ മുന്നിൽ, ബ്രഹ്മാണ്ഡകടാഹത്തിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ മിനിറ്റുകൾ കൊണ്ട് ആ മനുഷ്യ ഹൃദയങ്ങളെ മുഴുവൻ വലിച്ചു കൊണ്ടുവരാൻ പരിശുദ്ധ ഖുർആനിനെ സാധിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനാണ് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത്. ആ ഖുർആനിലൂടെ അല്ലാതെ നമുക്ക് മോചനമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തെ നയിച്ചിരുന്ന മാല മൗലിദുകളുണ്ടല്ലോ,
കിതാബുകളുണ്ടല്ലോ അതെല്ലാം മാറ്റിവെക്കുക, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുക. ഇന്ന് നോമ്പെടുത്ത പല ആളുകളുമുണ്ട്. ഇന്ന് ബറാഅത്ത് 15ന്റെ ദിവസമായി കണക്കാക്കിക്കൊണ്ട് നോമ്പെടുത്ത പല ആളുകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസുകളിലോ ഇനി ദഈഫായ ഹദീസുകളിലോ എന്റെ വാക്ക് നിങ്ങൾ എഴുതി വെച്ചോ, സ്വഹീഹായ ഹദീസുകളിലോ ദഈഫായ ഹദീസുകളിലോ പോലും അത്തരത്തിലുള്ള ഒരു നോമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ലെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മൗദൂആയ ഹദീസാണ്. സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറയുമ്പോ ആരാണോ നമുക്ക് പറഞ്ഞു തന്നത് ആ മനുഷ്യൻ തൊട്ട് പ്രവാചകൻ വരെയുള്ള പരമ്പരകൾ സനദ് എന്നാണ് അതിന് പറയുക. ആ അസ്നാദിൽ ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല, എല്ലാവരും വളരെ കൃത്യമായിരിക്കും. ദഈഫ് എന്ന് പറഞ്ഞാൽ സനദ് ഉണ്ടാകുമെന്നാൽ ആ സനദിന് അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, അതിനാണ് ദഈഫ് എന്ന് പറയുക. എന്നാൽ മൗദൂ എന്ന് പറഞ്ഞാൽ സനദ് പോലും ഇല്ലാത്തതാണ്. ബത്തക്ക കച്ചവടക്കാരൻ പറയും ആരെങ്കിലും ബത്തക്ക തിന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ഹദീസായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിനെയാണ് മൗദൂആയ ഹദീസ് എന്ന് പറയുക. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം ഒരു കളവ് പറഞ്ഞാൽ നരകത്തിൽ അവനൊരു ഇരിപ്പിടം കണക്കാക്കിക്കൊള്ളട്ടെ, ഉറപ്പാക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ വക്താക്കളാവുക, ആ ഖുർആനിന്റെ ബയാനായ, ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിന്റെ വക്താക്കളാവുക. അത് മാത്രമാണ് നമ്മുടെ രക്ഷ, അത് മാത്രമാണ് നമ്മുടെ ജീവിത മാർഗമെന്ന് നാം മനസ്സിലാക്കുക. ബിദ്അത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ജുമുഅ നമസ്കാരത്തിലും എല്ലാ ഖുതുബകളിലും നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ് എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീൻ പൂർത്തിയായി എന്ന് അല്ലാഹു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ പരിചയമില്ലാത്ത ബറാത്ത് നോമ്പ് നമുക്ക് വേണ്ട, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത ബറാത്ത് നോമ്പ് നമുക്ക് വേണ്ട, സച്ചരിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ബറാത്ത് നോമ്പ് നമുക്ക് വേണ്ട, ആ ആചാരം നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, നിറയെ വെള്ളമുള്ള ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്, ഒരു പാനപാത്രത്തിലേക്ക് ഒരു തുള്ളി വെള്ളം കൂടി ഉറ്റിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആ പാനപാത്രത്തിൽ ആദ്യമേ ഉള്ള വെള്ളം പുറത്തേക്ക് പോകുമെന്നതുപോലെ പരിശുദ്ധ ഇസ്ലാം എന്നാൽ പൂർണ്ണമായതാണ്, നിറയെ വെള്ളമുള്ള പാനപാത്രമാണ്. അതിലേക്ക് ബിദ്അത്തിന്റെ പുതിയ കടന്നുവരവുണ്ടാകുമ്പോ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബറാത്ത് നോമ്പ് പറഞ്ഞവരാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും. എന്നാൽ നിങ്ങൾ അയ്യാമുൽ ബൈദ് എന്ന് കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയ്യാമുൽ ബൈദ് എന്താണെന്ന്? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. എല്ലാ അറബി മാസവും, അത് റമദാനില്ലാത്ത എല്ലാ അറബി മാസവും, ഏത് മാസമാകട്ടെ, അതിന്റെ 13-ാം തീയതി, 14-ാം തീയതി, 15-ാം തീയതി പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് പിടിച്ചിട്ടുണ്ട്. സുന്നത്തായ നോമ്പാണത്. ആ നോമ്പിനെ കുറിച്ച് ഉമ്മത്തിനറിയില്ല, ഉസ്താദുമാര് പറഞ്ഞു കൊടുത്തിട്ടില്ല, നേതാക്കന്മാര് പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ മാസം കൊണ്ടാടിയ മിഅ്റാജിന്റെ ബിദ്അത്തായ നോമ്പറിയാം, ബറാഅത്തിന്റെ ബിദ്അത്തായ നോമ്പറിയാം, ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ അധിഷ്ഠിതമായ നോമ്പറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുന്നത്ത് വിസ്മരിക്കപ്പെട്ടു പോകുകയാണ്. ബിദ്അത്ത് കടന്നു വരുമ്പോ സുന്നത്ത് വിസ്മരിക്കപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് റമദാൻ മാസം കടന്നു വരുന്നതിന്റെ മുന്നേ എന്റെ പ്രിയപ്പെട്ടവരെ, നാം എടുക്കേണ്ട മറ്റൊരു തീരുമാനം എന്താണെന്ന് അറിയുമോ? എന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായി പരിശുദ്ധ ഖുർആനിനെയും തിരുഹദീസിനെയും ഞാൻ സ്വീകരിക്കുകയാണ്. അതിന്റെ പുറത്തേക്കൊന്നും ഞാൻ സ്വീകരിക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ, മുത്തവാത്തിറായ ഹദീസുണ്ടോ, സ്വഹീഹായ ഹദീസുണ്ടോ എങ്കിൽ ഞാനത് സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം മൗദൂആയ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളില്ലാത്ത സംഗതികൾ ദീനിന്റെ പേരിൽ കൂട്ടിക്കലർത്തി കൊണ്ടുവരാൻ ഞാൻ തയ്യാറല്ല എന്ന തീരുമാനമെടുക്കുക. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പഠിക്കുക, ഖുർആനിന്റെ അനുയായികളാവുക, ഖുർആനിന്റെ വക്താക്കളാവുക, ഖുർആനിന്റെ വാഹകരാവുക. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് നമ്മെ വഞ്ചിക്കാതിരിക്കുക. ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തത നമ്മുടെ മനസ്സിലുണ്ടാവരുതേ.
പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അന്നഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നരകവാസികൾ സ്വർഗ്ഗവാസികളോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരുവോ, ഞങ്ങൾക്ക് കുറച്ച് ദാഹജലം തരുവോ? എന്താ മറുപടി കൊടുക്കപ്പെടുക? ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിഷേധികൾക്ക് അല്ലാഹു അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് ആ നിഷേധികളുടെ പ്രത്യേകതകൾ അല്ലാഹു വിശദീകരിക്കുകയാണ്. അല്ലദീന ഇത്തഖദൂ, അവർ സ്വീകരിച്ചവരാണ് ദീനഹും, അവരുടെ മതത്തെ, അവരുടെ ദീനിനെ ലഇബൻ വലഹുവാ, കളിവിനോദമായി കൊണ്ട് ഒരു ഗൗരവവുമില്ലാതെ ഈ മതത്തെ സ്വീകരിച്ചവരാണവർ. വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിൽ നാം ഒരിക്കലും ഉൾപ്പെടാതിരിക്കുക. കല്യാണമുണ്ടാകുമ്പോ, ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പൂർണ്ണമായും മറക്കുന്നവരുണ്ട്. ആഘോഷങ്ങളിൽ അള്ളയില്ല, പടച്ചോനില്ല, ഇസ്ലാമില്ല. നിക്കാഹിന്റെ വേളയിൽ കുറച്ചു സമയം പറയപ്പെടുന്ന ഇലാഹുറത്തിയിലോ ഫാത്തിഹയിലോ മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. ദീനിന്റെ വചനങ്ങളും ദീനിന്റെ അനുഷ്ഠാനാചാരങ്ങളും മറ്റു സ്ഥലത്തൊന്നും ദീനില്ല. ആണും പെണ്ണും നിരുപാധികം കൂടിക്കലരുകയാണ്. വാദ്യോപകരണങ്ങളും മ്യൂസിക്കുകളും നിരുപാധികം ഉപയോഗിക്കപ്പെടുകയാണ്. ഉല്ലസിക്കുകയാണ്, നൃത്തമാടുകയാണ്. ഒരു മുസ്ലിമിന്റെ ഒരു ഇസ്സത്തുമില്ലാത്ത രൂപത്തിൽ അടിഞ്ഞാടുന്ന കല്യാണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ, സമ്പാദിക്കുന്ന വിഷയത്തിൽ, സമ്പത്തിന്റെ ഇടപാടിന്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഒരു സൂക്ഷ്മതയുമില്ല. പ്രത്യേകിച്ച് പലിശയുടെ വിഷയത്തിൽ അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. നാളെ പരലോകത്ത് പലിശ ഭുജിച്ച ആളുകളുണ്ടല്ലോ, പലിശ തിന്ന ആളുകളുണ്ടല്ലോ, അവരെങ്ങനെയാണ് എഴുന്നേൽക്കുക? പിശാച് ബാധയേറ്റ് മറിഞ്ഞു വീഴുന്നവനെ പോലെയാണ്. എന്താണ് അതിന്റെ കാരണം? ذلك بأنهم قالوا إنما البيع ذلك بأنهم قالوا إنما البيع. അവർ പറഞ്ഞവരാണ് ഇത് കച്ചവടമാണ്, ഇത് ബിസിനസ്സാണ്, ഇത് പലിശയല്ല. ലോകത്ത് പലിശയെക്കുറിച്ച്, പലിശയെ ന്യായീകരിച്ചവരെല്ലാം എന്നും പറഞ്ഞിട്ടുള്ളൊരു ന്യായമാണ് പ്രിയപ്പെട്ടവരെ, ഇത് കച്ചവടമാണ്, ഇത് ലാഭമാണ്, ഇത് പലിശയല്ല. പ്രിയപ്പെട്ടവരെ, അറ്റത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയുണ്ടാകേണ്ടതുണ്ട്. പലിശയുടെ വിഷയം അല്ലാഹുവിന്റെ റസൂല് അങ്ങേയറ്റം ഗൗരവത്തോടെ ഉണർത്തിയ വിഷയമാണ്. ചില ആളുകൾക്കൊക്കെയുണ്ട്, ആളുകൾ ഇങ്ങനെ വന്നിട്ട് പണം ചോദിക്കുമ്പോ പണം അങ്ങനെ കൊടുക്കും. മാസാമാസം ഇത്ര രൂപ എന്റെ വീട്ടിലേക്ക് എത്തണമെന്ന ഉപാധി പറയും. അതാണ് പലിശ. എന്തുകൊണ്ടാണ് കച്ചവടം ഹലാലാകുന്നത്? അതിൽ നഷ്ടം വരാം, ലാഭം വരാം. നഷ്ടം സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരാൾക്ക് ലാഭം സ്വീകരിക്കാൻ അർഹതയില്ല. നഷ്ടം സഹിക്കാൻ തയ്യാറാകാത്ത ഒരാൾക്ക് ലാഭം സ്വീകരിക്കാൻ അർഹതയില്ല. നഷ്ടമില്ലാതെ ലാഭം മാത്രം വരുന്ന, ലാഭത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, നിശ്ചയമായ തുക നിശ്ചയിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഇടപാടുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് പലിശ ഭുജിക്കുന്നവരെ അങ്ങേയറ്റം ശപിച്ചിട്ടുണ്ട്. പലിശ ഭുജിക്കുന്നവരെ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളുകുടിയന്മാരെക്കാൾ, വ്യഭിചാരികളെക്കാൾ അതപ്പതിച്ചവനാണ് പലിശ ഭുജിക്കുന്നവർ, പലിശയുമായി ഇടപെടുന്നവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഫഇല്ലം തഫഅലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഈ പലിശയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ 10,000 ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് ഈ പലിശ ഇടപാടിൽ ഉറച്ചു നിൽക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഫഇല്ലം തഫഅലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. അല്ലാഹു നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്, പ്രവാചകൻ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ജീവിതത്തിൽ നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ജീവിതത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ജീവിതത്തിൽ ശാപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മരണപ്പെടാൻ കഴിയില്ല. ഈ പലിശ ഭുജിച്ചുകൊണ്ട്, ഈ പലിശയുടെ സമ്പത്ത് തിന്നുകൊണ്ട്, അല്ലെങ്കിൽ പലിശയുമായി ഇടപെട്ടിട്ട് എത്ര നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? എത്ര നോമ്പെടുത്തിട്ട് എന്താണ് കാര്യം? എത്ര തറാവീഹ് നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? എത്ര ഖുർആൻ പാരായണം ചെയ്തിട്ട് എന്താണ് കാര്യം? എത്ര
ദുആ ചെയ്തിട്ട് എന്താണ് കാര്യം? അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നിട്ടില്ല, ഒരു മനുഷ്യനതാ പാറി പറഞ്ഞ് ജടപിടിച്ച മുടിയുമായി വസ്ത്രങ്ങൾ മുഴുവൻ മുഷിഞ്ഞിട്ടുണ്ട്, അവനതാ ഇങ്ങനെ വിളിച്ചു കൂവുകയാണ്, വിളിച്ചു കാറുകയാണ്, യാ അല്ലാഹ് യാ അല്ലാഹ് എന്നിങ്ങനെ വിളിച്ചു കാറുകയാണ്. അവൻ ഉത്തരം നൽകപ്പെടുകയില്ല, അവൻ ഉത്തരം നൽകപ്പെടുകയില്ല. എന്താ കാരണം? അതിന്റെ കാരണം എന്താണ്? അവൻ കുടിച്ചത് ഹറാമാണ്, അവൻ ഭുജിച്ചത് ഹറാമാണ്, അവൻ ധരിച്ചത് ഹറാമാണ്. പ്രിയപ്പെട്ടവരെ, ഹറാമിന്റെ സ്രോതസ്, അന്യന്റെ അവകാശം നമ്മുടെ പെട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ തീന്മേശയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം പടച്ചറബ് ഏറ്റെടുക്കുകയില്ല. മക്കൾ നശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾക്ക്. മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹലാലായ ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഒരു തരത്തിലുള്ള കറയുമില്ലാത്ത ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മക്കൾക്ക് ദീന് പറഞ്ഞാൽ തലയിൽ കയറുകയുള്ളൂ. ചില രക്ഷിതാക്കളൊക്കെ സാധാരണ പല നാടുകളിലും പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ, പ്രസംഗത്തിന് പോയി കഴിഞ്ഞാൽ സ്റ്റേജിന്റെ പിറകിലേക്ക് വിളിച്ചിട്ട് സങ്കടം പറയാറുണ്ട്. എത്ര പറഞ്ഞു കൊടുത്തു, എത്ര ഉപദേശിച്ചു കൊടുത്തു, എത്ര സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് ചെയ്തു, ഒരു മാറ്റവും ഇല്ലല്ലോ, എന്റെ മോൻ നന്നാകുന്നില്ല. കണ്ണുനീര് വാർന്നു വാർന്ന് കണ്ണിൽ നിന്ന് ചോര വരാൻ തുടങ്ങിയിട്ടും ഉസ്താദേ ഒരു മാറ്റവുമില്ലല്ലോ എന്ന് പറയുന്ന ആളുകളോട് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു വർത്തമാനമുണ്ട്. നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ അവന് കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. അതിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിൽ ആ ഹറാമ് തിന്ന് വളർന്ന കുട്ടികൾ നരകത്തിന്റെ വിറകുള്ളികളാണ്. ആ ഹറാമ് കലർന്ന് ഹറാമിന്റെ രക്തവും വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവരെ അല്ലാഹ്ക്ക് വേണ്ട, പടച്ചറപ്പിന് വേണ്ട, അവരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കുകയില്ല. പടച്ചറപ്പിന് വിശുദ്ധമായ രക്തം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ എത്ര തന്നെ ഉപദേശിച്ചാലും, എത്ര തന്നെ കൗൺസിലിംഗ് നടത്തിയാലും ആ മക്കൾ നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് റമദാനിന്റെ മുന്നേ നാം ചെയ്യേണ്ടത്, ദുനിയാവ് നമ്മളെ വഞ്ചിക്കാതിരിക്കുന്ന തരത്തിൽ ഹറാമായ വരുമാനങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കുക. എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ തകർച്ചയുണ്ടായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവൻ അല്ലാഹു മതിയായവനാണ്, പടച്ചറപ്പ് മതിയായവനാണ്. ويرزقه من حيث لا يحتسب. ഹറാമിന്റെ വാതിലുകൾ മുഴുവൻ അടഞ്ഞാലും നിന്റെ ഉപജീവനം നീ സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിൽ പടച്ചറപ്പ് ശരിയാക്കി തരും, പടച്ചറപ്പ് ഉണ്ടാക്കി തരും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ആരാണോ അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നത് അവൻ അല്ലാഹു അവന് മതിയായവനാണ്. ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉമ്മറപ്പടിക്കൽ നിന്ന പ്രവാചകന്റെ ശിഷ്യമാർ, പ്രവാചകന്റെ അനുയായികളായ സ്വഹാബ വനിതകൾ അവർ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? അരപ്പട്ടിണിയും ഉടുപ്പട്ടിണിയുമായി വിശന്നു കരയുന്ന മക്കൾ വീടകങ്ങൾക്കുള്ളിലുണ്ടായിരുന്നിട്ടും ജീവിതത്തിൽ ജോലി ചെയ്യാൻ പോകുന്ന, ദിവസത്തിൽ ജോലി ചെയ്യാൻ പോകുന്ന ഭർത്താവിനോട് അവർ പറഞ്ഞത് എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, വൈകുന്നേരം തിരിച്ചു വരുമ്പോ അങ്ങയുടെ കൈകളിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു പരിഭവമില്ല കേട്ടോ, എനിക്കൊരു പരാതിയുമില്ല. വിശപ്പിന്റെ തീ അണക്കാൻ വേണ്ടി ഒരു മുറുക്ക് വെള്ളം മതി, എന്നാൽ നരകാഗ്നിയെ അണക്കാൻ നമുക്ക് സാധിക്കുകയില്ല, നരകത്തിന്റെ തീ അണക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അന്യന്റെ അവകാശം അങ്ങയുടെ കൈകളിൽ ഉണ്ടാവരുതേ. ഹറാമിന്റെ നാണയത്തുട്ടുകളോ ഹറാമിന്റെ അന്നങ്ങളോ അങ്ങയുടെ കൈകളിൽ ഉണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ സ്വഹാബ വനിതകൾ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ജോലിക്ക് വേണ്ടി പറഞ്ഞയച്ചത് എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹക്കും ബാത്തിലും നോക്കാതെ, നന്മയും തിന്മയും നോക്കാതെ, ശരിയും തെറ്റും നോക്കാതെ, ധർമാധർമ്മങ്ങൾ പരിഗണിക്കാതെ സമ്പാദിക്കാൻ നിൽക്കുന്ന നമ്മുടെ നിസ്കാരം പടച്ചോൻ എന്തിനാണ്? നമ്മുടെ ദാനധർമ്മങ്ങൾ പടച്ചോൻ എന്തിനാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് വഞ്ചിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുക. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഈ ദുനിയാവ് അവരെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം പ്രിയപ്പെട്ടവരെ, റമദാൻ വരുന്നതിന് മുന്നേ ദുനിയാവിനോട് ത്വലാഖ് ചൊല്ലുക. അല്ലാഹു അനുവദിച്ച മാർഗത്തിൽ മാത്രമേ ഞാൻ സമ്പാദിക്കുകയുള്ളൂ എന്ന് ഉറച്ച തീരുമാനമെടുക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം
എന്താണെന്ന് അറിയുമോ? നമുക്കൊരു കൊടിയ ശത്രുവുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിച്ചു തരുന്നുണ്ട്, യാ ബനീ ആദം, യാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ. ആ സംഭവം അല്ലാഹു വിശദീകരിച്ചു തരുന്നുണ്ട്. ഫവസ്വസ ലഹുമുശ് ശൈത്താൻ ലിയുബ്ദിയ ലഹുമാ മാ ബൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ആദം നബിയോടും ഹവ്വാ ബീവിയോടും അവൻ വന്നിട്ട് പറയുകയാണ്, ഈ മരത്തെ വിലക്കിയത് എന്തിനാണെന്നറിയോ? ഈ മരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ഇല്ല അൻ തകൂനാ മലകൈൻ, നിങ്ങൾ രണ്ട് മലക്കുകളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് നിത്യവാസികളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അനശ്വരരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അവൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. അവൻ സത്യം ചെയ്യുന്നു. എന്താണ് സത്യം ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ മോചകനാണ്, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവനാണ്. മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കത്തിൽ സംഭവിച്ചതാണിത്. അതേ വാക്കുകൾ തന്നെയാണ് ഇബ്ലീസിന്റെ അനുയായികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളോട് തുണിയുരിയാൻ പറയുന്നവർ, അർദ്ധനഗ്നരായി നടക്കാൻ പറയുന്നവർ, പർദ്ദയിടരുതെന്ന് പറയുന്നവർ, മുഖം മറക്കരുതെന്ന് പറയുന്നവർ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുരോഗമനത്തിന് വിരുദ്ധമാണെന്ന് സംസാരിക്കുന്നവർ. ഈ ആളുകൾ പറയുന്ന വർത്തമാനം എന്താണ്? നിങ്ങൾ പർദ്ദയിട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ശരീരം മറച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഴയ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ആധുനിക സ്ത്രീയാവണമെങ്കിൽ, നിങ്ങൾ പുരോഗമനക്കാരി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ കാണിക്കണം. ദാഹിച്ചു നിൽക്കുന്ന കഴുകക്കണ്ണുകൾക്ക് വിരുന്നൂട്ടിയാൽ മാത്രമേ പുരോഗമനത്തിന്റെ പട്ടം കിട്ടുകയുള്ളൂ എന്ന് ഈ പറയുന്ന ഇബ്ലീസിന്റെ അനുയായികൾ എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കത്തിൽ അവരുടെ പൂർവ്വപിതാവായ ഇബ്ലീസ് പറഞ്ഞതേ വാക്ക് തന്നെയാണ്. ഞങ്ങൾ നിങ്ങളുടെ വിമോചകരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വന്ന ആളുകളാണ്. കേരളത്തിലെ തലങ്ങും വിലങ്ങുമുള്ള ക്യാമ്പസുകളിൽ LGBTQ ആക്ടിവിസം വളരെ സുതാര്യമാണ്. വളരെ ആക്റ്റീവായിക്കൊണ്ട് LGBTQ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ആളുകൾ സ്വർഗാനുരാഗത്തിന് വേണ്ടി പാടുപെടുന്നവർ, സംസാരിക്കുന്നവർ, വൃത്തികേടുകൾക്കും വൈകൃതങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്നവർ, അവരും പറയുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളുടെ ഗുണകാംക്ഷികളാണ്, മനുഷ്യന്റെ ഗുണകാംക്ഷിയാണെന്ന് അവർ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇബ്ലീസിന്റെ വാക്കുകൾ പടച്ചിറപ്പ് നമുക്ക് പറഞ്ഞു തന്നത് എത്ര കൃത്യമായിട്ടാണ്. ഇബ്ലീസ് നിങ്ങളോട് വന്ന് പറയുക, നിങ്ങളുടെ മോചനം ഇതിലാണ്. പെണ്ണിനോട് പറയും, തുണി ഉരിയുന്നതിലാണ് നിന്റെ മോചനമെന്ന് പെണ്ണിനോട് പറയുകയാണ്. ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഇന്നിന്റെ സ്ത്രീജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, പുറത്തേക്ക് ഇറങ്ങുമ്പോ ചുണ്ടിന് ചായം തേക്കാതെ ഇറങ്ങുന്നവരില്ല, മുഖത്ത് പൊട്ടിയിടാതെ ഇറങ്ങുന്നവരില്ല. മുഖം മുഴുവൻ വികൃതമാക്കിക്കൊണ്ട്, അത്ര പൂശിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചത് എന്തൊക്കെയാണോ അത് മുഴുവൻ ചെയ്തുകൊണ്ട് പേരിനൊരു പർദ്ദയിടുകയാണ്, കറുത്ത വസ്ത്രം ധരിക്കുകയാണ്, ശരീരത്തിന്റെ നിമ്നോന്നതികൾ മുഴുവനും കാണിച്ചുകൊണ്ട് നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് വഞ്ചനയിലാണ്, ഇബ്ലീസിന്റെ വഞ്ചനയിലാണ്, ശൈത്താന്റെ വഞ്ചനയിലാണ്. ചതിക്കപ്പെടരുതേ. അതാണ് പടച്ചിറപ്പ് പറഞ്ഞത്, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. എത്രയെത്ര ചതിക്കുഴികളാണ് ഇബ്ലീസ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. അലുമിനി മീറ്റുകളുടെ പേരിൽ, ഓൾഡ് സ്റ്റുഡൻസ് ഗ്യാതറിംഗിന്റെ പേരിൽ, പഴയ കാലഘട്ടത്തിൽ ഒരുപാട് കാലം മുന്നേ 80കളിലും 70കളിലുമെല്ലാം SSLC പഠിച്ച പഴയ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുകയാണ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, നമ്പറുകൾ കൈമാറുന്നു. 40ഉം 50ഉം 60ഉം വയസ്സുള്ള വല്യമ്മമാരും വല്യപ്പമാരുമായ ആളുകൾ പച്ചയായി വ്യഭിചരിക്കുകയാണ്. പേരക്കുട്ടികൾക്ക് മക്കളുള്ള ആളുകൾ പോലും പച്ചയായി വ്യഭിചരിക്കുകയാണ്. കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് സംശയരോഗി എന്ന ലേബൽ ഒട്ടിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അത്തരം ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഭാഗമാകരുത്. അത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് പോകുക. ഇത്തരം മീറ്റിങ്ങുകൾ, ഇത്തരം ഒരുമിച്ച് ചേരലുകൾ ജീവിതത്തിൽ ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം പോകുക. വിചാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ, പ്രിയപ്പെട്ടവരെ? വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പുറത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? വലാ തഖറബുസ്സിനാ,
വലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ്. എന്താണ് പടച്ചറബ് അങ്ങനെ പറയാൻ കാരണം? വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് അല്ലാഹു പറയാൻ കാരണം എന്താണ്? വ്യഭിചാരവുമായി ബന്ധമുള്ള സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അവന് തന്നെ അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹത്തെ വ്യഭിചാരത്തിലേക്ക് സ്ത്രീകൾ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവിനോട് നടത്തിയൊരു ദുആയുണ്ട്. എന്താണ്? റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തുസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിൻ വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഏതൊന്നിലേക്കാണോ ഇവരെന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ എനിക്ക് എത്രയോ പ്രിയപ്പെട്ടത് റബ്ബേ തടവറയാണ് റബ്ബേ, കാരാഗ്രഹമാണ് റബ്ബേ. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ, ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, ഇവളുമാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ എന്നെ മാറ്റിയില്ല എങ്കിൽ അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകുമേ. വഅകും മിനൽ ജാഹിലീൻ, എന്നിട്ട് ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോവുകയും ചെയ്യും റബ്ബേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യഭിചാരവുമായി ബന്ധമുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നതാണ്. പുതിയ തലമുറക്ക് ഏതൊക്കെ തരത്തിലാണ് പാർട്ട്നേഴ്സ് ഉള്ളത്? ലവർ ഒരു ഭാഗത്തുണ്ട്, ബെസ്റ്റി ഒരു ഭാഗത്തുണ്ട്, ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ഒരു ഭാഗത്തുണ്ട്. എല്ലാം ഇതൊക്കെ കേട്ടാൽ അറപ്പിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങളാണ്. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് പുതിയ ട്രെൻഡാണ്. പാശ്ചാത്യ രാജ്യത്തെ ആളുകൾ ചവച്ചു തുപ്പിയ ചണ്ടിയാണ് അത് യഥാർത്ഥത്തിൽ. ഇതിനു വേണ്ടി മാത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അവർ പരസ്പരം പറയുന്നത് തന്നെ നമുക്ക് പരസ്പരം ശരീരം ആസ്വദിക്കാം, പക്ഷെ റൊമാൻസ് ഉണ്ടാവരുത്, പരസ്പരം പ്രേമിക്കരുത്. ഇത്തരത്തിൽ പ്രിയപ്പെട്ടവരെ, കേട്ടാലിറക്കുന്ന കണ്ടാലിറക്കുന്ന തരത്തിലുള്ള വൃത്തികേടുകൾ. പിന്നെ ബെസ്റ്റിയാണ്, എന്തും പറയുന്ന, ജീവിതത്തിൽ ഏത് രംഗത്തും ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള ബെസ്റ്റി, വൃത്തികേട്, ഇതിന്റെയൊക്കെ പുറമെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ പുതിയ തലമുറയെ. മക്കൾക്ക് വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോ രക്ഷിതാക്കളെ, ഈ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ അടുത്ത കൊല്ലോ അതിന്റെ അപ്പുറത്തെ കൊല്ലോ പുനർവിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ എന്നെ കൊല്ലാണ്ട ദേഷ്യമുണ്ടാവും അവർക്ക്. എങ്കിലും പറയാം, മക്കളുടെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനവും തിരഞ്ഞെടുക്കുമ്പോ 100 വട്ടല്ല 1000 വട്ടം ആലോചിച്ചു. 1000 വട്ടം ആലോചിച്ചു. കേരളത്തിന്റെ അതിർത്തിയിലുള്ള മംഗലാപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ, ബാംഗ്ലൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾ എന്താണെന്ന് ഒന്ന് പോയി നേരിൽ കണ്ടറിയണം. അവിടേക്ക് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകരുണ്ട്, സലഫി പ്രവർത്തകരുണ്ട്. സങ്കടത്തോടെ അവരുടെ സ്ഥാപനങ്ങളിൽ നിസ്സഹായരായി കണ്ടു നിൽക്കാണവർ. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല, എങ്ങനെ പ്രതികരിക്കണം അവർക്കറിയില്ല. പ്രതികരിച്ചാൽ പ്രതിക്കൂട്ടിലാവും. മംഗലാപുരത്തേക്കുള്ള പബ്ബുകളിൽ ആഴ്ചയിൽ 1-2 ദിവസം പെൺകുട്ടികൾക്ക് ഫ്രീ ആണ്. അവിടെ പോവാനും കുടിക്കാനും ആടാനും പാടാനും നൃത്തമാടാനും ഒക്കെ അവർക്ക് അവിടെ ഫ്രീ എൻട്രി ഫീ ഇല്ല. എന്താ കാരണം? പെൺകുട്ടികൾ ഒഴുകി അങ്ങോട്ട് വരും. ഈ പെൺകുട്ടികളെ കാണാൻ വേണ്ടി ആൺകുട്ടികൾ കണ്ടമാനം വരും. എന്നിട്ട് കുടിച്ചു കൂത്താടി ലക്കുകെട്ട് ബുദ്ധി നശിക്കുമ്പോ ഇവർ ഏതെങ്കിലും ആൺകുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇതാണ് ഇന്നിന്റെ കാലം. ഇബ്ലീസ് നാനാ ഭാഗത്തും പ്രിയപ്പെട്ടവരെ ശൈത്താൻ വലവിരിച്ച് കാത്തിരുന്നു കൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളെ സൂക്ഷിക്കുക. ഇബ്ലീസിന്റെ ആ ചതിയെക്കുറിച്ച്, വഞ്ചനയെക്കുറിച്ച് ബോധവാന്മാരാകുക. 4-മതായി റമദാനിന്റെ മുന്നേ നാം നേടിയെടുക്കേണ്ട ഒരു വിശുദ്ധിയാണത്. നമ്മുടെ ശത്രുവിനെ കൃത്യമായി തിരിച്ചറിയുക. അറിയാത്ത ശത്രു, നാം തിരിച്ചറിയാത്ത ശത്രു, നാം തിരിച്ചറിയുന്ന ശത്രുവിനേക്കാൾ എത്രയോ അപകടകാരിയാണ്. ഒരാളെ ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ അയാൾക്കെതിരെ നമുക്ക് ജാഗ്രത പാലിക്കാം, മുന്നൊരുക്കങ്ങൾ നടത്താം. പക്ഷേ ആ ശത്രുവിന്റെ നീക്കങ്ങളെ കുറിച്ച് അറിയാതിരിക്കുമ്പോ ആ ശത്രു നമുക്ക് വലിയ അപകടങ്ങളും പരിക്കുകളും വരുത്തിയേക്കാം. 5-മതായും അവസാനമായും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ ശുദ്ധിയാക്കുക, മനസ്സിനെ ശുദ്ധിയാക്കുക. ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സുമായി ഈ റമദാൻ മാസത്തെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഋജുവായ മനസ്സോടെ, സലീമായ കൽബോടുകൂടി ആരെങ്കിലൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായി മാപ്പാക്കുക. ഇത് ഞാൻ അവസാനമായതുകൊണ്ട് ഒരുപാടൊന്നും വിശദീകരിക്കാതെ ചുരുക്കി പറയാം. നിങ്ങൾ ആരെങ്കിലായിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ നോമ്പെടുക്കണ്ട. എന്തിനാണ് വെറുതെ അസിഡിറ്റിയൊക്കെ കൂട്ടി വയറൊക്കെ വിശന്നിട്ട് ഇടങ്ങേറാവുന്ന എന്തിനാണ്? പറച്ചോളൂ, വേണ്ട. ശഅബാൻ 15 ഒരു പ്രത്യേകത സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ശഅബാൻ 15 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് മുഴുവനും പുറത്തു കൊടുക്കുന്നതാണ് 2 വ്യക്തികൾക്കൊഴികെ. മുശ്രിക് ഔ മുശാഹിൻ, ശിർക്ക് ചെയ്യുന്നവനും പുറത്തു കൊടുക്കൂല, പരസ്പരം ഹൃദയത്തിൽ വൈരാഗ്യവും വൈമനസ്യവും വെച്ച് പുലർത്തുന്നവർക്കും അല്ലാഹു പുറത്തു കൊടുക്കൂല. കുറെ സാധനം ഉണ്ടാവും, ക്ലിയറൻസ് കിട്ടാതെ ഒന്നാം ആകാശത്തിന്റെ താഴെ കിടക്കുന്നു, അത് അവിടെ തന്നെ കിടക്കും, അങ്ങോട്ടെത്തൂല.
മേലോട്ടെത്തൂല. മഹ്ശറയിൽ ഇങ്ങനെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിലേക്ക് മീസാനിലേക്ക് ഓരോന്നിങ്ങനെ എടുത്തു വെക്കുമ്പോ ഈ പറയുന്ന ഗീബത്തുണ്ടാവും, നമീമത്തുണ്ടാവും, നിസ്കാരം ഒഴിവാക്കിയതുണ്ടാവും, കട്ടതുണ്ടാവും, വഞ്ചിച്ചതുണ്ടാവും. ഇതെല്ലാം തിന്മയുടെ തുലാസിൽ ഇങ്ങനെ എടുത്തു വെക്കും. മറ്റേല് വെക്കാൻ നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, അദ്കാറും ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, സ്വതക്ക ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അന്താളിച്ച് നിൽക്കും. പടച്ചോൻ ഇതൊക്കെ ഇവിടെ ഞാൻ ഇതൊക്കെ ചെയ്തതാണല്ലോ, ഞാൻ ഇതൊക്കെ പ്രവർത്തിച്ചതാണല്ലോ, അതൊന്നും ഒന്നാനാകാശം വിട്ട് വന്നിട്ടില്ല. അത് അവിടെ ക്ലിയറൻസ് കിട്ടാതെ കെട്ടിക്കിടക്കും ആരെങ്കിലും ആയിട്ട് ദേഷ്യം വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ആ ദേഷ്യത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അവസാനത്തെ ദിവസമാകണം. നിങ്ങൾ എത്ര താണോട്ടെ, അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഇജ്ജത്ത് ഉയർത്തും. അല്ലെങ്കിൽ നമ്മൾ ആരാ നമ്മൾ പ്രിയപ്പെട്ടവരെ? ശരീരത്തിന്റെ ഭൂരിഭാഗവും ദുർഗന്ധം വമിക്കുന്ന മാംസവും രക്തവും അമേന്ത്യവും പേറി നടക്കുന്നവരല്ലാതെ നമ്മൾ ആരാണ് അഹങ്കാരം നടിക്കാൻ? പടച്ചുറപ്പ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മുന്നിൽ നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, വലിയ ആളാവണ്ട. എന്റെ മുന്നിൽ നിങ്ങൾ ആരും വലിയ പെരുമയൊന്നും നടിക്കണ്ട. വല്ലാത്തൊരു വർത്താനാണ്. നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ജീവന്റെ നാമ്പായി മുളച്ചു പൊങ്ങുന്നതിന്റെ മുന്നേ, നിന്റെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നതിന്റെ മുന്നേ എനിക്ക് നിന്നെ അറിയാടോ? നീ എന്റെ മുന്നിലാണോ പരിശുദ്ധനാവുന്നത്? എന്റെ മുന്നിലാണോ നീ ഞെളിയുന്നത്? ആരും വലിയ ആളുകളല്ല പ്രിയപ്പെട്ടവരെ. എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം താഴുക. എത്രത്തോളം വിട്ടുവീഴ്ച നൽകാൻ പറ്റുമോ അത്രത്തോളം വിട്ടുവീഴ്ച നൽകുക. എത്രത്തോളം വിനയം സ്വീകരിക്കാൻ പറ്റുമോ അത്രത്തോളം വിനയം സ്വീകരിക്കുക. എന്നിട്ട് ജീവിക്കുക. ഋജുവായ സലീമായ ഖൽബോടെ ഈ പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കുക. ഏട്ടനോട് തെറ്റി, അനുജനോട് തെറ്റി, ഉമ്മയോട് തെറ്റി, ഉപ്പയോട് തെറ്റി, അയൽപക്കക്കാരനോട് തെറ്റി, മനസ്സ് നിറയെ വൈരാഗ്യവും സ്പർദ്ധയും അസൂയയും, എന്നിട്ട് റമദാൻ മാസത്തിൽ നോമ്പും രാത്രി തറാവീഹ്സ്കാരും ആർക്ക് വേണം? പടച്ചോന് വേണ്ട, അള്ളാഹുവിന് വേണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായും അവസാനമായും എനിക്ക് പറയാനുള്ളത്, ഹൃദയം നന്നാക്കുക, മനസ്സ് കഴുകി വൃത്തിയാക്കുക. റബ്ബേ, ഋജുവായ മനസ്സോടുകൂടി നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ. ശുദ്ധമായ മനസ്സോടുകൂടി ഈ റമദാൻ മാസത്തെ വരവേൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, റമദാൻ വരുന്നതിന്റെ മുന്നേ ഞങ്ങളുടെ വിശ്വാസത്തിനേറ്റ പുഴുക്കുത്തുകൾ മുഴുവൻ ഇല്ലാതെയാക്കി പരിശുദ്ധമായ തൗഹീദിന്റെ വക്താക്കളായി മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹു. റമദാൻ വരുന്നതിന്റെ മുന്നേ പരിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ. റമദാൻ വരുന്നതിന്റെ മുന്നേ ദുനിയാവിനോടുള്ള അമിതമായ പ്രമത്തതകൾ ഒഴിവാക്കി ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, റമദാൻ വരുന്നതിന്റെ മുന്നേ മഹാവഞ്ചകനായ പിശാചിന്റെ ഇബ്ലീസിന്റെ വഞ്ചനയെ കുറിച്ച് തിരിച്ചറിയാനും അതിനെതിരെ ജാഗ്രത പാലിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ. റമദാൻ വരുന്നതിന്റെ മുന്നേ പരിശുദ്ധമായ സലീമായ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.